ഹായ് എവറി വൺ വെൽക്കം ടു ഇംഗ്ലീഷ് ദിശ. എൻ്റെ പേര് അർച്ചന. ഞാനാണ് നിങ്ങൾക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എടുക്കുന്നത്. സോ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഐഡിയ? ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അതായത് നമ്മൾ ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷിലേക്ക് എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ഏരിയ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യൻ നോവലിസ്റ്റുകളുണ്ട്, ഇന്ത്യൻ ഡ്രമാറ്റിസ്റ്റ് ആൻഡ് പോയറ്റ്സ് ആൻഡ് ഓൾസോ ഇന്ത്യൻ എസ്തെറ്റിക്സ്. ഇത്രയും ഏരിയ ആണ് ഞാൻ കവർ ചെയ്ത് പോകുന്നത്. നിങ്ങൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മളെ നെറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ് എന്ത്, ഇന്ത്യൻ ലിറ്ററേച്ചർ. അതായത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഒക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കുറച്ചും കൂടി ഈസിയാണെന്ന് പറയാം. കാരണം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ലിറ്ററേച്ചർ അത്ര വലിയ വാസ്റ്റ് ഏരിയ അല്ല. അതേപോലെ തന്നെ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാനും പറ്റും. കാരണം അത് മെയിനായിട്ട് ക്രോണോളജിക്കൽ ഓർഡർ, അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് ഇതെന്ന് മെയിനായിട്ട് ചോദിക്കാറ്. സോ നമ്മൾ അത്യാവശ്യം കുറച്ച് റൈറ്റേഴ്സിനൊക്കെ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോർഷനാണ് എന്ത്, ഇന്ത്യൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷ്. സോ ഇതിൽ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് മെയിനായിട്ട് ഞാനിത് ക്രോണോളജിക്കൽ ഓർഡേഴ്സിലാണ് എടുക്കാൻ പോകുന്നത് റൈറ്റേഴ്സിൻ്റെ. സോ ഞാൻ ആദ്യമുള്ള 4 റൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഒന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതേപോലെ തന്നെ മുൽക്ക് രാജ ആനന്ദ്, അതേപോലെ തന്നെ R.K. നാരായണൻ ആൻഡ് രാജാ റാവ്. അപ്പോൾ ഇവരെ 4 പേരെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ബിഫോർ ദാറ്റ് ഞാൻ കുറച്ച് സജഷൻസ് നിങ്ങൾക്ക് തരാം ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അതായത് നിങ്ങൾ എക്സാമിൽ ഞാൻ പറഞ്ഞു ക്രോണോളജിക്കൽ ഓർഡറും അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. സോ നിങ്ങൾ ഇവരുടെ റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ റൈറ്റേഴ്സ് ഏതൊക്കെ കാലഘട്ടത്തിലാണ് വരുന്നത്, അവരുടെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ചെറിയൊരു ധാരണ അല്ല, അത്യാവശ്യം ധാരണ ഉണ്ടാവുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് റൈറ്റേഴ്സിനെ പഠിക്കാനില്ല, പക്ഷേ ഇൻ കേസ് ഇപ്പോൾ 2-3 അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കിയാൽ പോലും മാച്ച് ദ ഫോളോയിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അവരെ പറ്റി അറിയെങ്കിൽ നമുക്ക് ബാക്കി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മാച്ച് ദ ഫോളോയിങ് ആണ് 2-3 ആൾ അറിയെങ്കിൽ തന്നെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. സോ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് പഠിക്കുന്നത് കൊണ്ട്. നിങ്ങളുടെ നെറ്റിൻ്റെ മാർക്ക് സ്കോർ ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയും കൂടെ എന്തായിരിക്കും, ഇന്ത്യൻ ലിറ്ററേച്ചർ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു 4 റൈറ്റേഴ്സിനെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആരാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. സോ നമുക്ക് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പറ്റി പഠിക്കാം. അദ്ദേഹത്തിൻ്റെ പീരീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇയർ 1838 ടു 1894 ആണ്. എക്സാക്ട് ഈ ഇയർ പഠിച്ചില്ലേ പോലും ഇദ്ദേഹമാണ് ഈ ഒരു ഓർഡറിൽ ആദ്യം വരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് ക്രോണോളജിക്കൽ ഓർഡറിൽ ഹെൽപ്ഫുൾ ആവും. പക്ഷെ വർക്കിൻ്റെ ഓർഡർ അത് കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കോഡ് വെച്ചിട്ടാണ് പഠിക്കുക. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ ഓർമ്മശക്തിക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് 2 രീതിയിൽ നമുക്കിത് ഓർത്ത് വെക്കാം. ഒന്നാമത്തത് അഫ്കോഴ്സ് എന്ത് ചെയ്യണം, റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ 6 മാസത്തെ ഒരു ജേണി ആണല്ലോ ഇത്. അപ്പോൾ ഈ റിവിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തലേന്നത്തെ ദിവസം ഇത്രയും വലിയൊരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ടൈം വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഓരോ സമയം എടുത്തിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അതോടെ തന്നെ എന്ത് ചെയ്യണം, ഈ കോഡ് മേക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ എക്സാം സെൻറ്ററിൽ പോയി ഇരുന്നിട്ട് നമുക്ക് ഇതെല്ലാം ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ബ്രെയിൻ ഈസി ആയിട്ട് കിട്ടുന്ന സാധനം ഒരു സ്റ്റോറി ആക്കി എന്തെങ്കിലും ഓർത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ കോഡാക്കി ഓർത്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ റൈറ്റേഴ്സിൻ്റെ നമ്മൾ വിചാരിക്കും നമുക്കിത് ഓർമ്മയുണ്ട്, പക്ഷേ അവിടെ എത്തുമ്പോൾ ഈ ഒരു ഓർമ്മ ഉണ്ടാവണമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കോഡ് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയി തോന്നുന്ന എന്ത് കോഡ് യൂസ് ചെയ്താൽ, അപ്പോൾ വേർഡ് അയക്കാം, വാട്ട് എവർ, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ റൈറ്റേഴ്സിൻ്റെ വർക്കിന് എന്ത് ചെയ്യാം, ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു കഥ പോലെ ഓർത്ത് വെക്കുകയാണെങ്കിൽ ക്രോണോളജി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇതിനോടൊപ്പം നമ്മൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സജഷൻ ഞാൻ കൂടെ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം. സോ നമ്മൾ ഇയർ പറഞ്ഞു. സോ ബങ്കിം ചന്ദ്ര ചതോപതി, ഈ പേര് കേൾക്കുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. അദ്ദേഹത്തിന്റെ പേര് പിന്നീട് ചാറ്റർജി എന്നുള്ള രീതിയിൽ ആംഗ്ലിസൈസ്ഡ് ചെയ്തതാണ്. സോ ആക്ച്വൽ നെയിം എന്താ, ബങ്കിം ചന്ദ്ര ചതോപതിയാണ്. കോസ്റ്റിൽ ഇങ്ങനെ വരുവാണെങ്കിൽ അവിടെ ഒരു ഡൗട്ടിന്റെ ആവശ്യം വേണ്ട, രണ്ടും ഇദ്ദേഹം തന്നെയാണ്.
വാസ് എൻ ഇന്ത്യൻ നോവലിസ്റ്റ്, പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. സോ ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്ററിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹം എന്തൊക്കെയായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു, പോയറ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു ഉള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് ഹീസ് എ ബംഗാളി റൈറ്റർ. ഹി വാസ് ബോൺ ഇൻ നൈഹട്ടി ഇൻ ബംഗാൾ ആൻഡ് ഹി ഈസ് എ ഫാദർ ഓഫ് മോഡേൺ നോവൽ ഇൻ ഇന്ത്യ. അപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് ബാക്കിയൊന്നും ഓർക്കേണ്ടതെന്നല്ല, പക്ഷെ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം, സ്ട്രെസ് ചെയ്യണം. ഫാദർ ഓഫ് മോഡേൺ നോവൽ ഇൻ ഇന്ത്യ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, കൂടെ ഓർത്ത് വെക്കാം. ഹി ഓതർ ദ ബംഗാളി നോവൽ ആനന്ദ് മത്. എത്ര ആളുകൾക്ക് ഈ ഒരു ടൈറ്റിൽ ഫെമിലർ ആണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നുള്ള നെയിം കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമുണ്ട്, എന്താ, നമ്മളെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം എഴുതിയിട്ടുള്ള ആളാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ വർക്കിലാണ് അതിനെപ്പറ്റി പറയുന്നുള്ളത്, ഈ വർക്കിലാണ് അത് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇത് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കാം. വന്ദേ മാതരം ആനന്ദ് മത്ത് എന്നുള്ള വർക്കിലാണ് ഉള്ളത്. വന്ദേ മാതരം നാഷണൽ സോങ്സ് ആണ് നമുക്ക് അറിയാം. അത് കമ്പോസ് ചെയ്തത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഓക്കെ. ആൻഡ് ഈ ഒരു വന്ദേ മാതരം എന്നുള്ള വർക്കിൽ ഈ പേഴ്സോണിഫൈസ് ഇന്ത്യ ആസ് എ മദർ ഗോഡസ്. നമുക്കറിയാം ഈ ഒരു പീരീഡ് ഒക്കെ വരുന്ന സമയത്ത് ഏതാ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അതേപോലെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, ഇതൊക്കെ നടക്കുന്ന ടൈമിലാണ്. സോ ഹി പേഴ്സോണിഫൈസ് ഇന്ത്യ ആസ് എ മദർ ഗോഡസ് ഇൻ ദിസ് വന്ദേ മാതരം. And he wrote Rajmohan's Wife in 1864, the first Indian novel written in English. And also this is an important point. ഇതും നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, സ്ട്രെസ് ചെയ്ത് അടിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ നോവൽ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. നമ്മൾ പഠിക്കുന്നത് തന്നെ എന്താ, ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ആണ്. അതിൽ ഫസ്റ്റ് നോവൽ എഴുതിയിട്ടുള്ള ആരാ, നമ്മളെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആ നോവൽ ഏതാണ്, രാജ്മോഹൻസ് വൈഫ് ആണ്. 1864 ആണ്. ആ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. And is marking his early literary contribution. Okay. And he wrote 14 novels and numerous serio-comic, satirical, scientific and critical essays in Bengali. ബംഗാളിയിൽ അദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത് എന്താ, ബംഗാളി ലാംഗ്വേജിലാണ്. സോ Bankim Chandra Chatterjee is celebrated as Sahitya Samrat. Sahitya Samrat is a Bengali word, which means the Emperor of Literature. We know that Father of English Literature എന്ന് പറയുന്ന സമയത്ത് എന്ത് പറയണം, ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ സാഹിത്യ സാമ്രാട്ട്, എംപറർ ഓഫ് ലിറ്ററേച്ചർ എന്ന സാധനം ആരുമായിട്ട് ചേർത്ത് വായിക്കണം, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയിട്ട് ചേർത്ത് വായിക്കണം. ആൻഡ് ഹിസ് പെൻ നെയിം ഈസ് കമലകാന്ത. ആ ഒരു പേര് എന്ത് ചെയ്യണം, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക, ഈ ഒരു പെൻ നെയിം യൂസ് ചെയ്യുന്നത് ആരാ, എന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തരും. അപ്പം നമ്മൾ ആ രീതിയിൽ റിലേറ്റ് ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഒരു കോഡ് നിങ്ങളതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. കാരണം ഒരുപാട് പോയിന്റ്സ് നമ്മൾ പഠിക്കുന്നതല്ല നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളോട് മാറിപ്പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ഈസി ആയിരിക്കും. സ്റ്റാർട്ടഡ് എ മന്ത്ലി ലിറ്റററി മാഗസിൻ. ഇപ്പം നിങ്ങൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഇന്ത്യൻ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ മാഗസീൻസ് ഒക്കെ ഏതെങ്കിലും റൈറ്ററായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാണ് ഇവിടെ നമ്മൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ലിറ്റററി മാഗസിൻ, ബംഗോദർശൻ ആണ്. ഏപ്രിൽ 1872 ഇയർ പറഞ്ഞിട്ടുണ്ട്. ഇയർ ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, ഇൻ കേസ് പറ്റില്ലെങ്കിൽ ഈ ഒരു മാഗസിൻ്റെ പേരെങ്കിലും മറന്നു പോവാതെ വെക്കണം. ആൻഡ് ഹി ക്രിയേറ്റഡ് ദ സ്കൂൾ ഓഫ് ഫിക്ഷൻ. ഈ സ്കൂൾ ഓഫ് ഫിക്ഷൻ എന്നുള്ള ഈ ഒരു സാധനം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ബേസ്ഡ് ഓൺ യൂറോപ്യൻ മോഡൽ. അതായത് നമ്മളറിയാം ഈ ഒരു ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതുന്നതാണ്. അപ്പോൾ ഈ യൂറോപ്യൻ മോഡലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സ്കൂൾ ഓഫ് ഫിക്ഷൻ എന്നുള്ളൊരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു വേ ഓഫ് ലിറ്ററേച്ചർ റൈറ്റിംഗ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് വിഷവൃക്ഷ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിലാണ് ദ പോയ്സൺ ട്രീ ഇൻ 1873 വാസ് ദ ഫസ്റ്റ് നോവൽ ഓഫ് ചതോപതീസ്. ചതോപതീസ് എന്നുള്ള വേർഡ് കൺഫ്യൂഷൻ വരുന്നത് ചാറ്റർജി തന്നെയാണ് കേട്ടോ. ചതോപതീസ് ടു അപ്പിയർ സീരിയലി ഇൻ ബംഗോദർശൻ. അദ്ദേഹത്തിൻ്റെ മാഗസീൻ ആയിട്ടുള്ള ബംഗോദർശനിൽ വന്നിട്ടുള്ള, അതായത് സീരിയലൈസ് മാഗസീൻ ആണല്ലോ, സീരിയലൈസ് ചെയ്തിട്ടാണല്ലോ വരിക. അങ്ങനെ വന്നിട്ടുള്ള ഫസ്റ്റ് നോവൽ ഏതാണ്, വിഷവൃക്ഷയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. മാഗസീനിൽ വന്നിട്ടുള്ള ആദ്യ നോവൽ, സീരിയലൈസ് ചെയ്ത് വന്നിട്ടുള്ള ആദ്യ നോവൽ ഏതാ, വിഷവൃക്ഷയാണ്. ആ പോയിന്റും കൂടെ ഓർത്ത് വെക്കുക.
ഇത് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണ്. നമ്മൾ ഓൾസോ പറഞ്ഞു എന്ത്, രാജ്മോഹൻസ് വൈഫാണ് ഫസ്റ്റ് നോവൽ റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്ററിന് അല്ലേ. അപ്പോൾ ആ ഒരു വർക്ക് ഒരു കാര്യത്തും നമ്മളോട് മറന്നു പോകരുത്. ആൻഡ് ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും രീതിയിൽ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ ഈ ഒരു വർക്ക് പഠിച്ചെടുക്കാം. സോ ഫസ്റ്റ് ഏതാ, രാജ്മോഹൻസ് വൈഫാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ നോവൽ റിട്ടേൺ ഇൻ ഇംഗ്ലീഷ്, നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് അടുത്ത ഏതാണ്, ദുർഗേഷ് നന്ദിനി ഇൻ 1865 ആണ്. ആൻഡ് ഇതിൻ്റെ എന്താണ്, ദ ഫസ്റ്റ് ബംഗാളി നോവൽ, ഹിസ്റ്റോറിക്കൽ റൊമാൻസ് ആണ് അതിൻ്റെ തീം, ഫസ്റ്റ് ബംഗാളി നോവലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കപാൽ കുണ്ടല 1866, വൺ ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് റൊമാൻറ്റിക് നോവൽസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കും കൂടെയാണ്. സോ ഇത്തരത്തിലുള്ള വർക്ക് തന്നിട്ട് ഇത് ആരാണ് എഴുതിയെന്ന് ചോദിച്ചാലും നമുക്കത് ഓർത്ത് വെക്കണം. സോ ഈ ഒരു പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഏതാ, വിഷവൃക്ഷം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് പിന്നീട് പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പഠിച്ച പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്തായിരുന്നു, വിഷവൃക്ഷമായിരുന്നു മാഗസീനിൽ ആദ്യമായിട്ട് സീരിയലൈസ് ചെയ്ത് വന്നിട്ടുള്ള നോവൽ. ഓക്കെ, എ സോഷ്യൽ നോവൽ എക്സ്പ്ലോറിങ് ഫാമിലി ഡൈനാമിക്സ്. ആൻഡ് നെക്സ്റ്റ് ആനന്ദ് മത്ത്. ആനന്ദ് മത്തും ഞാനൊരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു, വന്ദേ മാതരം എന്നുള്ള നാഷണൽ സോങ് ഇതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പരാമർശിച്ചിട്ടുള്ളത്. എ നാഷണൽ നോവൽ ഫീച്ചറിങ് വന്ദേ മാതരം. നെക്സ്റ്റ് ദേവി ചതുരണി, എ നോവൽ ഓൺ വുമൻസ് empowerment in rebellion. And Sitaram 1886, a story of leadership and resistance. And last one, Vande Mataram, we all know that അല്ലേ, patriotic song later adopted as India's national song. അത് ഏതിലായിരുന്നു, വന്ദേ മാതരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, സോറി ആനന്ദ് മാതരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള വർക്ക് ഏതായിരുന്നു, രാജ്മോഹൻസ് വൈഫായിരുന്നു. സോ നമുക്ക് അതിലെ ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ വർക്കും അതിൻ്റെ ഇയറി കാര്യങ്ങളും മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം വളരെ മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളാണ് നെറ്റ് എക്സാമിന് ചോദിക്കാറ്. സോ നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൽ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിൽ, അപ്പം എല്ലാ വർക്കിലും എല്ലാ ക്യാരക്ടേഴ്സും സമ്മറി ഒക്കെ അറിഞ്ഞിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു റൈറ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാജ്മോഹൻസ് വൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് വർക്ക്സ് ഉണ്ട്. അതേപോലെയുള്ള വർക്ക്സിലെ ക്യാരക്ടേഴ്സ് ഓർത്ത് വെക്കുക. ഒരു സമ്മറി, എന്തെങ്കിലും രീതിയിലുള്ള സമ്മറി നിങ്ങൾ ഇപ്പോൾ പല പല സൈറ്റ് ഉണ്ട്, ലിച്ചാർട്സ്, ഗ്രേറ്റ് സേവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് ഗൂഗിളിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സൈറ്റ്സ് കിട്ടും. അവിടെ പോയിട്ട് ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വർക്ക്സിന് ചെറിയൊരു സമ്മറി, ഡീറ്റെയിൽ സമ്മറി ഒന്നും പഠിക്കണമെന്നില്ല, ചെറിയൊരു സമ്മറി, ഒരു പാരഗ്രാഫിലൊക്കെ ഉള്ള സമ്മറീസ് ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇതാണ് അതിൻ്റെ സ്റ്റോറി എന്നൊന്ന് അറിഞ്ഞിരിക്കണം. പ്ലസ് എന്താ, ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവരുടെ ജസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഒന്ന് ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂട്ടത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് ആരാ, മന്ദാകിനിയാണ്, ഷീസ് ദ പ്രൊട്ടഗോണിസ്റ്റ്, എ സ്ട്രോങ് ആൻഡ് morally upright woman trapped in a unhappy marriage. ആൻഡ് നെക്സ്റ്റ് ഈസ് രാജ്മോഹൻ. നമ്മൾ ടൈറ്റിലുള്ള ആരാണ്, രാജ്മോഹൻ. രാജ്മോഹന്റെ വൈഫ് എന്നുള്ള ടൈറ്റിലുള്ള ആളാണ് ആര്, മന്ദാകിനി. ഓക്കെ, മന്ദാകിനി ഈസ് അബ്യൂസീവ് ആൻഡ് ഗ്രീഡി ഹസ്ബൻഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ മെയിനായിട്ട് പറയുന്നത് ഈ ഈ രാജ്മോഹൻ എന്ന് പറയുന്ന അബ്യൂസീവ് ഹസ്ബൻഡും ആൻഡ് മന്ദാകിനി, ഇവർ തമ്മിലുള്ള ഒരു അൺഹാപ്പി ആയിട്ടുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫിനെ പറ്റിയിട്ടാണ് ഈ ഒരു കഥ പരാമർശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ഹേമാഗിനി. ഹേമാഗിനി ആരാണ്, ഈ മന്ദാകിനിയുടെ ആ പേരിലെ സിമിലാരിറ്റീസ് വെച്ച് നമുക്ക് പറയാം അല്ലെ. ഹേമാഗിനി എന്ന് പറയുന്നത് മന്ദാകിനിയുടെ സിസ്റ്റർ ആണ്. ആൻഡ് ഈസ് വൈഫ് ഓഫ് മാധവ്. അപ്പൊ അവളുടെ ഹസ്ബൻഡ് ആണ് എന്ത്, മാധവ്. ഹേമാഗിനീസ് ഹസ്ബൻഡ്, എ വെർഷ്യസ് ആൻഡ് കൈൻഡ് മാൻ ഹൂം മന്ദാകിനീസ് അഡ്മയർസ്. ഓക്കെ, അപ്പൊ ഇതിലൊരു നല്ല ക്യാരക്ടേഴ്സ് ആയിട്ടാണ് മാധവ് വരുന്നത്. ബട്ട് രാജ്മോഹൻ എന്താണ്, ഒരു ഗ്രീഡി ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവർ നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പാണ് ഇതിൽ, മാരീഡ് ലൈഫാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ നോവലിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, ചെറിയൊരു സമ്മറി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൂടെ നിങ്ങളും എന്ത് ചെയ്യുക, ഇതിന്റെ ബാക്കി സമ്മറീസ് നിങ്ങളുടെ രീതിയിലൊന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. അല്ലാതെ ഇത് മാത്രം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ മൈന്യൂട്ട് ചോദിച്ചാൽ, മേ ബി ചോദിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാണ്ടാവും.
Okay, it is the first Indian novel in English. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സീരിയലൈസ്ഡ് ഇൻ ദ കൽക്കട്ട വീക്ക്ലി, ദ ഇന്ത്യൻ ഫീൽഡ്. ഇങ്ങനത്തെ പോയിന്റ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഓർത്ത് വെക്കണം. അതായത് ചിലപ്പോൾ എന്തെങ്കിലും മാഗസീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈറ്ററിൻ്റെ ഒക്കെ ഈ രീതിയിൽ എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ അത് നമ്മളൊന്ന് ഓർത്ത് വെക്കണം. എങ്ങനെയാണ് നെറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം മേ ബി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് ഓർത്ത് വെക്കുക. സീരിയലൈസ്ഡ് ഇൻ ദ കൽക്കട്ട വീക്ക്ലി, ദ ഇന്ത്യൻ ഫീൽഡ് in 1864, though it appeared in book form only in 1935. Okay. In the background, ഈ ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ റിവോൾട്ട് ഓഫ് 1857. മേ ബി ഇതും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. So Rajmohan's wife, 1864, tell the story of Mandagini. നമ്മൾ already discussed ചെയ്തു. A woman stuck in a unhappy marriage to the abusive Rajmohan. And when Rajmohan tears up with Madhu goes to steal Madhav's property. ആരായിരുന്നു മാധവ്? അതായത് നമ്മളുടെ മന്ദാകിനിയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഹേമാഗിനിയുടെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പോൾ ഈ രാജ്മോഹനും അതേപോലെ തന്നെ മന്ദൂർ ഘോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കൂടെ ഇയാളുടെ പ്രോപ്പർട്ടി, മാധവിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ നോക്കുകയാണ്, അത് കൈക്കലാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മന്ദാകിനി ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് അതിന് തടയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്ലോട്ടിലൂടെയാണ് ഈ ഒരു സ്റ്റോറി. നിങ്ങൾ ഈ സ്റ്റോറി എൻറ്റയർ സ്റ്റോറി അറിഞ്ഞിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ മെയിൻ പ്ലോട്ട് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. The story shows her courage and goodness even when surrounded by cruelty and injustice. Okay. It highlights the struggle of women in a patriarchal society and challenges unfair traditions. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നിലനിൽക്കുന്ന പാട്രിയാർക്കൽ സൊസൈറ്റിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഈ വുമൺ വരുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ട് രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. അതിന് സെറ്റിങ്സ് ഇവിടെ പറയുന്നുണ്ട്. ഈസ്റ്റ് ബംഗാൾ വില്ലേജ് ഇൻ ദ ലേറ്റ് 19th century. ഓക്കെ. നെക്സ്റ്റ് വർക്ക് ഏതാണ്? ദുർഗേഷ് നന്ദിനി ആണ്. 1865 ആണ്. ആൻഡ് ദുർഗേഷ് നന്ദിനി ഈസ് ഫസ്റ്റ് ബംഗാളി റൊമാൻസ് ആൻഡ് ദ ഫസ്റ്റ് എവർ നോവൽ ഇൻ ബംഗാളി വാസ് പബ്ലിഷ്ഡ് ഇൻ എപ്ല 1865. ഇയർ ഓൾറെഡി പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർക്ക് ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ഏതാണ്? ദുർഗേഷ് നന്ദിനി ആണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബംഗാളി റൊമാൻസ് ആണ്. അതും നമ്മൾ ഓർത്ത് വെക്കുക. ഇവിടെ വേറൊരു രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു വർക്കിന് സീക്വൽ ആയിട്ട് വേറൊരു വർക്കും കൂടെ എഴുതിയിട്ടുണ്ട്. അത് ആരാ എഴുതിയിട്ടുള്ളത്? ദാമോദർ മുഖ്യോപാധ്യായാണ് എഴുതിയിട്ടുള്ളത്. നവാബ് നന്ദിനി എന്നാണ് ഇതിന് സീക്വൽ ആയിട്ട് എഴുതിയിട്ടുള്ള വർക്കാണ് അത്. ആൻഡ് ഇയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഓർത്ത് വെക്കുക. ഫീച്ചേഴ്സ് എ രജ്പുത് ഹീറോ ആൻഡ് ബംഗാളി ഹീറോയിൻ. അപ്പോൾ ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഒരു രജ്പുത് ഹീറോയും ആൻഡ് എ ബംഗാളി ഹീറോയിൻ. ഓക്കെ. ആൻഡ് ഇവർ താഴെ കൊടുത്ത 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്താ? ജഗത് സിംഗ്, തിലോത്തമ, ആയിഷ. ആൻഡ് ഇവരുടെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആണ് ഈ ഒരു നോവല് പറയുന്നത്. ആൻഡ് ഈ ക്യാരക്ടേഴ്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Durgesh Nandini is a story of a love triangle between Jagat Singh, a Mughal general, Tilottama, the daughter of a Bengali feudal lord, and Aisha, the daughter of rebel Pathan leader against whom Jagat Singh was fighting. അപ്പോൾ ഇവർ ആരൊക്കെ തമ്മിലുള്ള ട്രയാങ്കിൾ ലവ് സ്റ്റോറീസ് ആണ്? ജഗത് സിംഗ്, അതേപോലെ തന്നെ തിലോത്തമ എന്ന് പറയുന്നത് അടുത്ത ബംഗാളി ഫ്യൂഡൽ ലോർഡിന്റെ മകളാണ്. ആയിഷ എന്താണ്? ഇത് പത്താൻ ലീഡർ ആയിട്ടുള്ള റിബൽ ആയിട്ടുള്ള പത്താൻ ലീഡറിന്റെ മകളാണ്. ആൻഡ് അയാൾക്ക് എതിരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ജഗത് സിംഗ് ഈ ഒരു നോവല് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഇവർ തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ ലൈഫ് സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. പിന്നെ സെറ്റിങ്സ് വരുന്നത്, the story takes place in a southwestern region of modern-day West Bengal during the reign of Mughal Emperor Akbar. Okay, ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പീരീഡിൽ ഉള്ള സ്റ്റോറീസ് പറയുന്നതാണ് ഈ ഒരു നോവൽ ദുർഗേഷ് നന്ദിനി. And next one is Kabal Kuntala, and it is also an important work. Chadyopathi's first major publication. Okay. And ഇതിലെ ക്യാരക്ടേഴ്സ് വരുന്നത് നബകുമാർ, കബാൽ കുണ്ടൽ ആൻഡ് കബാലിക് ആൻഡ് പത്മാവതി. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സ്റ്റോറിയുടെ കൂടെ അല്ലെങ്കിൽ നോവലിന്റെ കൂടെ അതും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ പത്മാവതി ആരാന്ന് ജസ്റ്റ് അവിടെ പറയുന്നുണ്ട്. എന്താ? നബകുമാർസ് ഫസ്റ്റ് വൈഫ് ആൻഡ് ലേറ്റർ കൺവേർട്ടഡ് ടു ഇസ്ലാം ആൻഡ് നെയ്മഡ് മോദി ബീബി. സോ ഇത്തരത്തിലുള്ള ചില ക്യാരക്ടേഴ്സിന്റെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇത് ഏത് സ്റ്റോറി, ഏത് നോവലുള്ളതാണ്, അല്ലെങ്കിൽ ഈ നോവലിന്റെ റൈറ്റർ ഏതാന്നൊക്കെ പറഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്.
അപ്പോ പത്മാവതി എന്ന് പറയുന്നത് ആരാണ്? ഈ നബകുമാറിന്റെ ഫസ്റ്റ് വൈഫാണ്. അവർ ലേറ്റർ എന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ പത്മാവതി എന്നുള്ള പേര് എന്ത് ചെയ്തു? മോദി ബീബി എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു പോയിന്റ് ജസ്റ്റ് അവിടെ ഓർത്ത് വെക്കാം. മേ ബി ഇത്തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതണല്ലോ. The heroine, modeled partly after Kalidasa's Shakuntala and partially after Shakespeare's Miranda. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഹീറോയിൻ ഉണ്ട്. ഈ ഹീറോയിന് മെയിൻ ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് കാളിദാസയുടെ ശകുന്തള, അതേപോലെ തന്നെ ഷേക്സ്പിയറിന്റെ മിറാണ്ട എന്ന രണ്ട് ക്യാരക്ടേഴ്സിന് മോഡൽ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഹീറോയിൻ ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, നമ്മൾ ഓർത്ത് വെക്കണം. The story of a forest dwelling girl named Kabal Kundala who fell in love with the married Nabakumar, a young gentleman from Saptagram, but eventually found that she is unable to adjust herself to city life. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഈ ടൈറ്റിലുള്ള നെയിം തന്നെയാണ് കബാൽ കുണ്ടല. ഷീസ് എ ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ഗേൾ, അതായത് നമ്മൾ ഫോറസ്റ്റിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടി ഷീസ് ഫെൽ ഇൻ ലവ് വിത്ത് ആൻ മാരീഡ് നബാക്കുവാർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നബാക്കുവാറിന് ഒരു വൈഫുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്മാവതി. അവർ ലേറ്റർ എന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുമായിട്ട് എന്ത് ചെയ്ത് അവർക്കൊരു ലവ് റിലേഷൻ ഉണ്ടാവുമായിരുന്നു കബാൽ കുണ്ടലയ്ക്ക്. പക്ഷേ ഇവൻച്വലി അവൾക്ക് ഈ ഒരു ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ഗേൾ റിയലൈസ് ചെയ്യാണ് അവൾക്ക് ഈ ഒരു സിറ്റി ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള റിയലൈസേഷനിലേക്ക് എത്തുവാണ്. ലേറ്റ് ഓൺ ദാമോദർ മുഖ്യോപതി, എ റിലേറ്റീവ് ഓഫ് ചതോപതി, റോട്ട് മൃണാമയെ എ സീക്വൽ ടു കബാൽ കുണ്ടല. നമ്മൾ നേരത്തെ ഒരു സീക്വൽ എഴുതിയ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിലും അതേപോലെ തന്നെ ഈ ഒരു വർക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള സീക്വൽ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്, എക്സാമിന് ചോദിക്കാം. ദാമോദർ മുഖ്യോപാധ്യായാണ് ഈ ഒരു കബാൽ കുണ്ടലയ്ക്ക് സ്വീക്കൽ ആയിട്ട് എഴുതിയിട്ടുള്ളത്? മൃണാമയി എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ആനന്ദ് മത്ത്. ആൻഡ് ആനന്ദ് മത്തിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ വരുന്നത് ദ അബേ ഓഫ് ബ്ലിസ് എന്നാണ്. ആൻഡ് ഈ ഒരു വർക്കിലായിരുന്നു നമ്മളുടെ വന്ദേ മാതരം കമ്പോസ് വെച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഈ ഒരു വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഏത് വർക്കിലാണ് വന്ദേ മാതരം എന്നുള്ളത് കമ്പോസ് ചെയ്തിട്ടുള്ളത്, ഏത് പെർട്ടിക്കുലർ വർക്കിലാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് മറന്നു പോകരുത്. ആൻഡ് ഇംഗ്ലീഷ് ടൈറ്റിൽ എന്താ വരുന്നത്? അബേ ഓഫ് ബ്ലിസ് ആണ്. റിട്ടൺ ഡ്യൂറിങ് ദ ടൈം വെൻ ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് വാസ് ഗെയിനിങ് മൊമെന്റം. ഓക്കെ, നമുക്ക് ഇത് ഈ രീതിയിൽ എന്ത് ചെയ്യാം, റിലേറ്റ് ചെയ്ത് വെക്കാം. കാരണം എന്താണ്? വന്ദേ മാതരം എഴുതിയിട്ടുള്ള വർക്ക് ഇതിലാണ് വരുന്നുള്ളത്. ആൻഡ് അത് ഏത് കാലഘട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും? ഓഫ് കോഴ്സ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു വർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ആണ്. ആൻഡ് ആനന്ദ് മത്ത് ബാൻഡ് ബൈ ദ ബ്രിട്ടീഷ്. ഓഫ് കോഴ്സ് അവർക്കെതിരായിട്ട് ഒരു വർക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കണേ. സെറ്റ് ഡ്യൂറിങ് ദ ഫെമൈൻ അറ്റ് ബംഗാൾ. ഓക്കെ, ക്ഷാമത്തിന്റെ സമയത്ത് ബംഗാളിൽ ആസ്പദമാക്കിയിട്ടുള്ള വർക്കാണിത്. Indian nationalism was optimized in the song Vande Mataram, Hail to the Mother, from his Anand Math, which later became the mantra and slogan of Hindu India in the struggle for independence. കാരണം നാഷണൽ സോങ് എന്ന രീതിയിലേക്ക് ആ സോങ് മാറുന്നുണ്ടെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ആ സോങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താ നമുക്ക് മനസ്സിലാക്കാം. സോ വന്ദേ മാതരം എന്നുള്ളത് ആനന്ദ് മാത എന്നുള്ള വർക്കിലാണുള്ളത് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. സോ ഇതിലെ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സും നമ്മൾ നോക്കി വെക്കണം. കൂടെ സമ്മറി നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അത് നിങ്ങൾ കൂടെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ക്യാരക്ടേഴ്സ് മഹേന്ദ്ര ആണ്, എ വെൽത്തി ലാൻഡ് ഓണർ ഫോഴ്സ് ടു ലീവ് ഹിസ് പ്ലേസ്, ആൻഡ് കല്യാണി, മഹേന്ദ്രാസ് വൈഫ്, ആൻഡ് സുകുമാരി, മഹേന്ദ്ര ആൻഡ് കല്യാണിസ് ഡോട്ടർ, ആൻഡ് സത്യനാഥ, എ ഹിന്ദു മോങ്ക് ഹൂ സേവ്സ് കല്യാണി ആൻഡ് സുകുമാരി. ആൻഡ് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് കഥ ഫുള്ളായിട്ട് അറിഞ്ഞു വെക്കണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഇങ്ങനത്തെ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ന ക്യാരക്ടർ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പേര് ഓർമ്മ വരുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരാൻ ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയാം. പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള കോഡ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കോഡ് വെച്ചിട്ട് ഇത് ഓർത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതെല്ലാം ഓർത്ത് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത്രയൊന്നും ഓർമ്മശക്തി നമുക്കില്ല. 3 names of മദർ ഇന്ത്യ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണേ. അതായത് മദർ ഇന്ത്യനെ 3 രീതിയിൽ 3 നെയിംസിൽ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ജഗദാരി, കാളി ആൻഡ് ദുർഗ. അതും കൂടെ ഓർത്ത് വെക്കുക.
And next work is Devi Chaudhurani. Idu nammal paranadana. Chaudhurani is by Bankim Chandra Chattopadhyay is a story that revolves around the character of Devi Chaudhurani, title character thaneyana. A brave and strong-willed woman. She is initially a victim of circumstances forced into the world of crime after the tragic death of her family. So, അവർ കുട്ടിയുടെ ഈ ദേവിയുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ട്രാജിക് ഡെത്തും അതിന്റെ ഭാഗമായിട്ട് ആ സർക്കംസ്റ്റൻസസിന്റെ വിക്ടിമായിട്ട് ഇനീഷ്യലി ഉണ്ടാവുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിൽ ഡിപിക്റ്റ് ചെയ്തിട്ടുള്ളത്. The novel explores her transformation from a helpless victim to a courageous leader as she takes charge of a band of criminals. ആ ഒരു ദേവി ചൗധരിയുടെ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള വിക്ടിം ഒരു കറേജിയസ് ലീഡർ ആയിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു സ്റ്റോറിയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ഷീ എയിം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ ഫോഴ്സസ് ആൻഡ് ഒപ്രസീവ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ ടൈം. ഈ ഒരു ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു പീരീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളൊക്കെ വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റോറീസിൽ തീമായിട്ട് വരുന്നതാണ്. ആൻഡ് ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ദേവി ചതുരണി എന്നുള്ള വർക്കിലെ ടൈറ്റിൽ ക്യാരക്ടർ, ഷീ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ആൻഡ് കറേജിയസ് വുമൺ ഹു റൈസ് ഫ്രം വിക്ടിംഹുഡ് ടു ലീഡ് എ ഗ്രൂപ്പ് ഓഫ് റീബൽസ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് രുദ്ര, എ നോബൽ മാൻ ആൻഡ് ദേവീസ് ലവർ ഹു സപ്പോർട്ട് ഹെർ ഇൻ ഹർ സ്ട്രഗിൾസ്. അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ദേവിയുടെ ലവർ ആണ് ആര്? രുദ്ര. ധനഞ്ജയ്, എ ലോയൽ follower of Devi Chadurani, aiding her in her revolutionary activities. Okay. Brahmanada, a priest who helped Devi in her moral and spiritual journey. And there is also a British officer represent the oppressive colonial power against which Devi struggles. Okay. സോ നമ്മൾ അടുത്ത റൈറ്ററിലേക്ക് പോവാണ്, മുൽക്രാജ് ആനന്ദ്. നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് ഇന്ത്യൻ ലിറ്ററേച്ചറുമായിട്ട് അല്പം ബന്ധമുള്ള ആളുകൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പേരായിരിക്കും മുൽക്രാജ് ആനന്ദ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ്. സോ നമുക്ക് അദ്ദേഹത്തിന് നെക്സ്റ്റ് ബങ്കിം ചന്ദ്ര ചാറ്റർജീൻ്റെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന നോവലിസ്റ്റ് ആണ് ഏത്? മുൽക്രാജ് ആനന്ദ്. 1905 to 2004 ആണ് അദ്ദേഹത്തിൻ്റെ പീരീഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇയർ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ആൻഡ് ഈസ് ബോൺ ഇൻ പെഷാവർ, ബ്രിട്ടീഷ് ഇന്ത്യ. അതാ ഈ ഒരു റൈറ്റേഴ്സ് ഒക്കെ ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ, ആ ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഇതൊക്കെ ഭാഗമായിട്ട് എഴുതുകയും ആ സമയത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇവരുടെ വർക്കിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നൗ ഇറ്റ് ഈസ് ഇൻ പാകിസ്ഥാനിലാണ് ഈ പെഷാവർ ഉള്ളത്. ആൻഡ് he is referred to as the founding fathers and three pillars of the Indo-English novel, Mulkraj Anand, Raja Rao and R.K. Narayan. അപ്പോൾ ഞാൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 3 റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരാണ് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് അല്ലെങ്കിൽ 3 പില്ലേഴ്സ് ഓഫ് ദ ഇന്തോ ഇംഗ്ലീഷ് നോവൽ എന്ന് അറിയപ്പെടുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണത്? മുൽക്രാജ് ആനന്ദ്, രാജാ റാവു ആൻഡ് R.K. നാരായൺ. ദേ ആർ നോൺ ആസ് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ആൻഡ് ദ 3 പില്ലേഴ്സ് ഓഫ് ദി ഇന്തോ ഇംഗ്ലീഷ് നോവൽ. And also, Mulkraj Anand is called as India's Charles Dickens. Why എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ക്യാരക്ടേഴ്സിനെ മൈന്യൂട്ടായിട്ട് പോർട്രേ ചെയ്യാനുള്ള ആ കഴിവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യാസ് ചാൾസ് ഡിക്കൻസ് എന്ന രീതിയിൽ ഒരു കമ്പാരിസൺ അവിടെ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ആ ഒരു രീതിയിൽ ക്യാരക്ടേഴ്സിനെ മൈന്യൂട്ടായിട്ട് പോർട്രേ ചെയ്യാനും വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൈറ്ററാണ് ആര്? മുൽക്രാജ് ആനന്ദ്. It focused on the social realism, highlighting the issues like caste discrimination, poverty and exploitation. മുൽക്രാജ് ആനന്ദിന്റെ ഏതെങ്കിലുമൊക്കെ വർക്ക്സ് വായിച്ചവർക്ക് അറിയാം, അദ്ദേഹത്തിന്റെ വർക്കിലെ മെയിൻ തീമായിട്ട് എപ്പോഴും വരാറ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, പോവേർട്ടി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അധികം വർക്കിലും ഈ ഒരു തീം തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു തീം വെച്ചിട്ട് ഒരുപാട് എഴുതിയിട്ടുള്ളത് ആളാണ് മുൽക്രാജ് ആനന്ദ്. ആൻഡ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ ലിറ്റററി ട്രഡീഷൻസ് ഇൻകോപ്പറേറ്റിംഗ് പഞ്ചാബി ആൻഡ് ഹിന്ദുസ്ഥാൻ ഇഡിയംസ് ടു ഇംഗ്ലീഷ് പ്രോസ്. ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ അത് ഹൈലൈറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്താ? അതായത് ഈ ഒരു ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷിലേക്ക് എഴുതുവാണ്. സോ ഈ ഒരു പഞ്ചാബി ആൻഡ് ഹിന്ദുസ്ഥാൻ ഇഡിയംസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ഇഡിയംസ് ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഭാഷയിൽ നമ്മളുടെ ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ പഞ്ചാബി ആൻഡ് ഹിന്ദുസ്ഥാനി ഇഡിയംസ് ഇംഗ്ലീഷ് പ്രോസിലേക്ക്
ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു ഫ്യൂഷൻ, അതായത് ഈ ഒരു നമ്മളുടെ ഒരു വെർണാക്കുലർ ലാംഗ്വേജും അതേപോലെ തന്നെ ഈ ഒരു ഇംഗ്ലീഷും കൂടി ഫ്യൂഷൻ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള റൈറ്ററും കൂടിയാണ്. ആ രീതിയിലും നമ്മൾ ആരാണ് പഞ്ചാബി ആൻഡ് ഹിന്ദുസ്ഥാനി ഇഡിയംസ് ഇംഗ്ലീഷ് പ്രോസുമായി ഫ്യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള പറയുകയാണെങ്കിൽ നമ്മൾ മുൽക്രാജ് ആനന്ദിനെ ആലോചിക്കണം. ഇവിടെ അഗെയിൻ ഒരു എന്ത് വരാണ്, മാഗസീൻ്റെ പേര് വരിക. അതായത് ദിസ് ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് മാർക്ക്, വിച്ച് മീൻസ് എ പാത്വേ ഇൻ ഇംഗ്ലീഷ്, ആൻഡ് 1946 എ മാഗസിൻ ഓഫ് ആർട്ട് with the aim of developing a socially active and culturally engaging language of art. സോ മാർക്ക് എന്ന മാഗസിൻ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? മുൽക്രാജ് ആനന്ദാണ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, മറന്നുപോയത്. ഇതുപോലെയുള്ള മാഗസീൻസ് ഒക്കെ ഏതെങ്കിലും റൈറ്ററായിട്ട് വരുവാണെങ്കിൽ നമ്മളത് ഒരിക്കലും മറന്നുപോകരുത്, നമ്മൾ എങ്ങനെയെങ്കിലും അത് ഓർത്ത് വെക്കണം കേട്ടോ. ആൻഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സ് പത്മഭൂഷൺ ഇൻ 1967, സാഹിത്യ അക്കാദമി. ഈ സാഹിത്യ അക്കാദമി അവാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ലിറ്ററേച്ചറുമായിട്ട് പഠിക്കുമ്പോൾ. സോ ഈ സാഹിത്യ അക്കാദമി അവാർഡ്സ് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏത് വർക്കിനാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്ന സമയത്ത് അത് നോട്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഇവിടെ മുൽക്രാജ് ആനന്ദിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് 1971 ഫോർ ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ മോർണിംഗ് ഫേസ്. ഈ ഒരു 2 പോയിന്റ് ഓർത്ത് വെക്കണം. എന്താണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ആയിട്ടുള്ള മോർണിംഗ് ഫേസിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. സോ ആർക്കൊക്കെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ട് കുറച്ച് റൈറ്റേഴ്സിനെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ വർക്കിനാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മളത് ഓർത്ത് വെക്കണം. സാഹിത്യ അക്കാദമി അവാർഡ് മോർണിംഗ് ഫേസിനാണ് കിട്ടിയിട്ടുള്ളത്. One of the members of the Progressive Writers Association founded in Calcutta in 1936. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഗേറ്റിൻ്റെ എക്സാമിനൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. പ്രോഗ്രസീവ് റൈറ്റേഴ്സിൽ ഭാഗമായിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് തന്നിട്ടുള്ളത് ആരൊക്കെയാണുള്ളതെന്നാണ്. അപ്പോൾ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ് ആര്? നമ്മളെ മുൽക്രാജ് ആനന്ദ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ കൊൽക്കത്ത ഇൻ 1936. and imbibed James Joyce's idea of streams of consciousness. ആൻഡ് ജെയിംസ് ജോയ്സിൻ്റെ ഒരു നമ്മൾ ലിറ്റററി വർക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അതായത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഉള്ള ടേം നിങ്ങൾക്ക് പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വർക്ക്, ഈ ഒരു ടേം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ്? ജെയിംസ് ജോയ്സുമായിട്ടാണ്. എന്താണ് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിട്ട് ലിറ്റററി ഡിവൈസ് ആണ്. അതായത് ഒരു റൈറ്ററിൻ്റെ അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ് അതേപോലെ നമ്മൾ ലിറ്റററി വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അതായത് യാതൊരു ഫിൽട്രേഷനും ഇല്ലാതെ അതേ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ലിറ്റററി ഡിവൈസിനെയാണ് നമ്മൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് ജെയിംസ് ജോയ്സ് തുടങ്ങിയ റൈറ്റേഴ്സ് വൈസ് അസോസിയേറ്റ് അവരുടെ വർക്കിലൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രീം ഓഫ് ഈ ഒരു ടെക്നിക് കോൺഷ്യസ്നെസ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മളുടെ മുൽക്രാജ് ആനന്ദിൻ്റെ വർക്ക്സിലും ഇത് കാണാം. And Anand felt that the novel should not press in the inner monologue beyond a certain point, so that humanness may remain a variable factor in the situation. During the Second World War, he worked as a broadcaster and scriptwriter in the film division of BBC in London. അദ്ദേഹം മേ ബി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, BBC വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൈറ്റർ ആരായിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. BBC വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്യൂറിങ് എപ്പോൾ? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ. ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ആണ്. ഏതൊക്കെയാണ്? ഇതിൽ കുറച്ച് വർക്കൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഫെയിലിയർ ആയിരിക്കും. അൺടച്ചബിൾ, ഇറ്റ് ഇസ് ഫസ്റ്റ് വർക്ക് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്കായിരുന്നു 1935 ആൻഡ് കൂലി 1936, 2 Leaves and a Bud 37, The Village 39, Across the Black Water, The Sword and Sickle, The Barbers Trade Union and Other Stories, The Big Heart, 7 Summers, The Private Life of an Indian Prince, The Old Woman and the Cow, Gerard, Morning Face, Between Tears and Laughter, Madhubani Painting. ഇത് ഇപ്പം നടന്നിട്ടുണ്ടായിരുന്ന നെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്രോണോളജിക്കൽ ഓർഡറിൽ മുൽക്രാജ് ആനന്ദിൻ്റെ വർക്ക്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഇവിടെ കണ്ട അൺടച്ചബിൾ, കൂലി, 2 Leaves and Bud, ഇവിടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ
കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. അപ്പം അൺടച്ചബിൾ ആയിട്ടുള്ള കൂലീസ് എന്ന് പറയുന്നത് അൺടച്ചബിൾ ആണ്. അപ്പം അൺടച്ചബിൾ ആയിട്ടുള്ള കൂലീസ് അവരെന്ത് ചെയ്തു, എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റോറീസ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും, നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് ഇതിൽ കാണുന്നില്ലേ, അക്രോസ് ദ ബ്ലാക്ക് വാട്ടർ, ദ സോഡ് ആൻഡ് ദ സിക്കിൾ, ആൻഡ് ദ വില്ലേജ് അക്രോസ് ദ ബ്ലാക്ക് വാട്ടർ, ദ സോഡ് ആൻഡ് സിക്കിൾ, ഈ 3 വർക്കും ട്രിലജിയിൽ വരുന്നതാണ്. അപ്പം ഈ 3 വർക്കിൻ്റെ ഓർഡർ ഞാൻ പഠിച്ചു വെക്കുന്നത്, വില്ലേജിൽ പോയപ്പോൾ അവിടെ ബ്ലാക്ക് വാട്ടർ ക്രോസ് ചെയ്യണം, അപ്പോൾ അവിടെ ഒരാൾ സോഡും ആൻഡ് സിക്കിൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോഴേക്കും ഇതെന്താണ്, ഇങ്ങനെയാണ് കോഡ് മേക്ക് ചെയ്യുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ ട്രസ്റ്റ് മീ, ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ കോഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നുമെങ്കിലും എക്സാമിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനത്തെ ചില ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മളെ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കോഡാക്കി എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് മാറ്റാം. സോ നമുക്ക് ഓരോ വർക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാട്ടോ. മുക്താഷ് ആനന്ദിൻ്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള വർക്ക്സ് ആണ്. ഫസ്റ്റ് നോവലാണ് അൺടച്ചബിൾ, 1935 ആണ്. ക്രോണോളജിക്കൽ ഓർഡറിൽ ഇത് പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. സെറ്റ് ഇൻ ദ ഫിക്ഷണൽ ഇന്ത്യൻ ടൗൺ ബുലാഷ, ആ ഒരു ഫിക്ഷണൽ ടൗണിൻ്റെ പേരും ഓർത്ത് വെക്കുക. The story of a single day in the life of Bhaga, a sweeper who accidentally meet a member of a higher caste. ഓൾസോ മുൽക്രാജ് ആനന്ദിന്റെ മറ്റു വർക്ക്സിനെ പോലെ ഇതിലും കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഇത് തന്നെയാണ് ഇതിലും അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഇറ്റ് വോൺ ആനന്ദ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ബി ഇന്ത്യാസ് ചാൾസ് ഡിക്കൻസ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇന്ത്യാസ് ചാൾസ് ഡിക്കൻസ് എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണവും ഞാൻ പറഞ്ഞു, ക്യാരക്ടേഴ്സിന് അങ്ങനെ മൈന്യൂട്ടായിട്ട് പോർട്രേ ചെയ്യാനുള്ള കഴിവ് കൊണ്ടാണ്. ആൻഡ് ഈ ഒരു വർക്കിലൂടെയാണ് അദ്ദേഹത്തിന്, ഈ ഫസ്റ്റ് നോവലിലൂടെ തന്നെ ഈ ഒരു റെപ്യൂട്ടേഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നെക്സ്റ്റ് പോയിന്റ് കണ്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇൻട്രൊഡക്ഷൻ വാസ് റിട്ടൺ ബൈ E.M. ഫോസ്റ്റർ, whom we meet while working on T.S. Eliot Literary Magazine ക്രിറ്റോറിയൻ. ഇവിടെ 2-3 പോയിന്റ്സ് നമുക്ക് ഓർത്ത് വെക്കാനായിട്ടുണ്ട്. അതായത് നമുക്ക് അഡീഷണൽ ആയിട്ട് 2-3 പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ഒന്നാമത്തത്, ഈ ഒരു വർക്കിന്റെ ഇൻട്രൊഡക്ഷൻ ആരാ എഴുതിയെന്നുള്ള ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ആരാ, E.M. ഫോസ്റ്റർ. വേറൊരു ഇംഗ്ലീഷ് റൈറ്റർ ഇവിടെ വരുവാണെങ്കിൽ ആ പേര് നമ്മൾ ഒരിക്കലും മറന്നു. E.M. ഫോസ്റ്റർ ആണ്. പിന്നെ എപ്പോഴാണ് ഇദ്ദേഹം, വേറൊരു പോയിന്റും കൂടെ അവിടെ കണ്ടോ, ഏതാണ്, T.S. ഇലിയഡ്, നമ്മൾ T.S. ഇലിയഡിന്റെ ലിറ്റററി മാഗസീൻ ഏതാന്നും കൂടെ ഈ ഒരു കാര്യം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിച്ചില്ല, ഏതാ, ക്രിറ്റോറിയൻ ആണ്. ആ പോയിന്റും കൂടെ ഓർത്ത് വെക്കാം. ആ ഒരു ടൈമിലാണ് E.M. ഫോസ്റ്റർ ഈ ഒരു വർക്കിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത്. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ആരാണ് ഇൻട്രൊഡക്ഷൻ എഴുതിയെന്ന് ചോദിച്ചാൽ ആരാണ്, E.M. ഫോസ്റ്റർ ആണ്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ഡേയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ആൻഡ് ബാഗ എ സ്വീപ്പർ നാവിഗേറ്റിംഗ് ഓപ്പറേഷൻ ആൻഡ് ഈസ് ബിലോങ്സ് ടു എ ലോവർ ക്ലാസ്. ബാഗ ആൻഡ് അദ്ദേഹം ആ കുട്ടി ഒരു സ്വീപ്പർ ആയിരുന്നു. ആൻഡ് ലഖ ഈസ് എ ലേസി അബ്യൂസീവ് മാൻ ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹിസ് ചിൽഡ്രൻ. അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഒരു ലേസി ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള മാനാണ്. കുട്ടികളെ വെച്ചിട്ട് അവരുടെ വർക്ക് ചെയ്യിപ്പിക്കുക, അതുപോലെ അവരുടെ അഡ്വാൻറ്റേജസ് ഒക്കെ എടുത്ത് ജീവിക്കുന്ന ലേസി ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള അച്ഛനാണ് ലേഖ. ആൻഡ് സോഹിനി, ബക്ക സിസ്റ്റർ ഫേസിങ് അബ്യൂസ്. ബക്കയുടെ സിസ്റ്റർ ആണ് സോഹിനി. ഷീ ഫേസിങ് അബ്യൂസ്. ആൻഡ് കേണൽ ഹഷിൻസൺ, എ മിഷണറി ഓഫറിംഗ് ഗൈഡൻസ്. ആൻഡ് ഇതിൽ നമ്മൾ വേറൊരു ഇമ്പോർട്ടൻസ് ആണ് ഓർത്ത് വെക്കേണ്ടത്, മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധി. ഇവരുടെ ഒരു എന്താ പറയുക, 2 ക്യാരക്ടേഴ്സ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ്, അതായത് മുൽക്രാജ് ആനന്ദിന്റെ ഏത് വർക്കിലാണ് മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധി ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിലാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലായിട്ടുള്ള അൺടച്ചബിളിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മുൽക്രാജ് ആനന്ദിന്റെ സ്റ്റോറീസിലും നോവൽസിലൊക്കെ പ്രധാനമായിട്ട് വരുന്ന തീംസ് ഏതൊക്കെയാ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഹ്യൂമൻ ഡിഗ്നിറ്റി, സോഷ്യൽ റീഫോംസ്. ആൻഡ് ഇതിലെ തീം ഇത് തന്നെയാണ്. നമുക്ക് ചെറുതായിട്ട് ഇതിനൊരു സമ്മറി നമുക്ക് നോക്കാം. അൺടച്ചബിൾ ഈസ് ദ സ്റ്റോറി ഓഫ് ബാഗ. നമ്മൾ പറഞ്ഞൊരു സ്വീപ്പർ ബോയ് ആണ്, എ യങ് ബോയ് ഫ്രം ദ ലോവസ്റ്റ് കാസ്റ്റ് ഇൻ ഇന്ത്യ ഹു വർക്ക് ആസ് എ സ്വീപ്പർ. ഓക്കെ, one day he faces constant humiliation, first by accidentally touching a higher caste man, causing outrage, and then when his sister Sohini is harassed by a
temple priest. Bhagat feels trapped in a life of poverty and social rejection. Throughout the day, he meets a kind British officer, listens to a missionary, and finally hears Mahatma Gandhi and speak about abolishing untouchability. അൺടച്ചബിലിറ്റി എന്നുള്ള വേർഡ് എന്ന് തന്നെ നമുക്ക് ഇതിന്റെ തീം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തൊട്ടുകൂടായ്മ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ആൻഡ് അതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ലോവർ കാസ്റ്റിലുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന, അദ്ദേഹം ആ ഒരു ലോവർ കാസ്റ്റ് നിന്ന് വന്നിട്ടുള്ള ആളാണ്. സോ അദ്ദേഹത്തിന് കുറച്ചുകൂടി റിലേറ്റീവ് ആയിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ എഴുതാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ വർക്കിലും ഈ ഒരു തീം അതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റ് ആവാറുമുണ്ട്. ഓക്കെ. And inspired but confused Bhaga wonders if change will come through Mahatma Gandhi's ideas or modern technology like flush toilets, which could eliminate us degrading job. The story highlighting the injustice of caste discrimination while offering hope for a better future. അതായത് ഇതില് ബാഗ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഗാന്ധിയുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഒരു മോഡേൺ ടെക്നോളജി, അതായത് ഫ്ലഷ് ടോയ്ലറ്റ്സ് ഒക്കെ. അതായത് ഈ കുട്ടി ഒരു സ്വീപ്പർ ബോയ് ആണ്, യങ് ആയിട്ടുള്ള. അതായത് ക്ലീൻ ചെയ്യുക, ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ജോലി നമുക്കറിയാം, ഇത് പൊതുവേ ലോവർ കാസ്റ്റിലെ ആളുകൾ ചെയ്തു വന്നിട്ടുള്ള ജോലിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ടെക്നോളജി വരുമോ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഐഡിയാസ് ഓരോരുത്തർ സ്വന്തം കാര്യങ്ങൾ നോക്കുക, ക്ലീൻ ചെയ്യുക, ഇത്തരത്തിലുള്ള ഐഡിയാസ് വരികയാണെങ്കിൽ ഇങ്ങനെ ഡീഗ്രേഡിങ് ആയുള്ള ഒരു ജോബ് എനിക്ക് ചെയ്യേണ്ടി വരില്ലല്ലോ, എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആവുമല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറാണ് ബാഗ. ആ ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് കൂലി. ഓൾറെഡി നമ്മൾ പല ആളുകളുടെ സിലബസിലൊക്കെ ഉണ്ടാവുന്ന ഒരു വർക്കാണ് കൂലി. ആൻഡ് സെക്കൻഡ് പൊളിറ്റിക്കൽ നോവലാണ്. എഗെയിൻ സെയിം തീംസ് ഒക്കെയാണ് ഇതിലും വരുന്നത്. ആൻഡ് ലോവർ കാസ്റ്റ് പ്ലസ് എന്തുണ്ട്, വർക്കേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷനും കൂടെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. ലേബർ റൈറ്റ്സ് ആൻഡ് അവരുടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ ബിലാസ്പൂർ നിയർ കംഗ്ര ഹിൽസ് ആൻഡ് നറേറ്റ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് മുന്നു ദ ഓഫൻ ഹിൽ ബോയ്. അപ്പോൾ കൂലി എന്ന വർക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റ് ആവുന്ന ആയിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് ഒരു 14 വയസ്സുള്ള ഓർഫൺ അല്ലെങ്കിൽ ഓർഫൺ ആയിട്ടുള്ള ഒരു ഹിൽ ബോയ് ആണ്. അവൻ്റെ നെയിം മുന്നു എന്നാണ്. ആൻഡ് അവൻ്റെ ഒരു ജീവിതമാണ് ഈ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ വളരെ ചെറിയ ദൈർഘ്യമുള്ള ജീവിതം ജീവിച്ച ആ കുട്ടിയുടെ ജീവിതകഥയാണ് ഈ ഒരു കൂലി എന്ന നോവലിൽ പറയുന്നത്. ആൻഡ് എയിംസ് ടു അവേക്കൻ അവയർനെസ് ഓഫ് പ്ലൈറ്റ് ഓഫ് ദ അണ്ടർ ക്ലാസ്. നമ്മൾ കൂലി എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അൺസ്കിൽഡ് ലേബേഴ്സിനെയാണ് കൂലി എന്ന് നമ്മൾ പറയുന്നത്. ആ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് നമ്മളുടെ നാട്ടിൽ എത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ നോവലിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അവരുടെ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന വേജസ് എത്ര തുച്ഛമാണ്, അവർ അനുഭവിക്കുന്ന ഓരോ സിറ്റി, അതായത് നമ്മൾ മുംബൈ അതേപോലത്തെ ഈ കുട്ടി മുന്നു എന്ന് പറയുന്ന കഥാപാത്രം ഇങ്ങനെ പല പല സിറ്റിയിൽ മാറി മാറി സഞ്ചരിച്ച് പല പല ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ആ ഒരു ചെറിയ പ്രായത്തിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് ഈ ഒരു കൂലി എന്ന ഇതില് നോവലിൽ പറയുന്നത്. മുന്നുയെ ഇതിലെ ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. പ്രധാനപ്പെട്ട 14 years orphan boy who later dies of tuberculosis. അതായത് 14 വയസ്സുള്ള ഒരു കുട്ടി ആ ചെറുപ്രായത്തിൽ ഒരുപാട് ജോലി ചെയ്ത് ലാസ്റ്റ് ട്യൂബർക്യുലോസിസ് വന്ന് മരിക്കുകയാണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കണേ. ട്യൂബർക്യുലോസിസ് വന്നിട്ടാണ് മുന്നു മരിക്കുന്നത് 14 വയസ്സിൽ. ആൻഡ് ദയാറാം മുന്നുവിന്റെ അങ്കിളാണ്, പക്ഷെ അത്ര സ്നേഹമുള്ള അങ്കിൾ ആയിരുന്നില്ല. അതേപോലെ തന്നെ മുന്നുവിനെ ജോലിക്ക് വിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അങ്കിളായിരുന്നു ദയാറാം. ആൻഡ് ഗുജറി, അതായത് ഈ അങ്കിളുടെ വൈഫാണ് ആൻഡ് ഓഫ് മുന്നു. സെയിം ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. ആൻഡ് മിസസ് മേ മേ വാരിങ്സ് എന്ന് പറയുന്നത് ഇതിലൊരു ഹാഫ് ഇന്ത്യൻ ആൻഡ് ഹാഫ് ബ്രിട്ടീഷ് ലേഡിയാണ്. എ വെൽത്തി വുമൺ ഹിറ്റ്സ് മുന്നു വിത്ത് ഹർ കാർ. ലാസ്റ്റ് ഈ ഒരു ക്യാരക്ടറിന്റെ കൂടെ ജോലി ചെയ്ത സമയത്താണ് മുന്നുവിന് ട്യൂബർക്യുലോസിസ് വന്നിട്ട് മരിക്കുന്നത്. ആൻഡ് ഓക്കെ, ജോബ്സ് ഡൺ ബൈ മുന്നു ഇൻ കൂലി. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ജോലി ചെയ്ത് ജീവിച്ചിരുന്ന കുട്ടിയായിരുന്നു ആ ചെറിയ പ്രായത്തിൽ. അപ്പൊ ഏതൊക്കെ ജോബ്സ് ആയിരുന്നു മുന്നു ചെയ്തതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് അവനൊരു ഹൗസ് സെർവൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഒരു ചട്നി അവിടെ നിന്ന് പോയിട്ട് ഒരു ചട്നി ഇവിടെയൊക്കെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരുപാട്
പ്രശ്നങ്ങൾ അവൻ നേരിട്ടതിന്റെ ഭാഗമായിട്ടാണ് മറ്റു മറ്റു സ്ഥലങ്ങളിലേക്ക് ഇവൻ മാറി മാറി പോയിട്ടുള്ളത്. ആൻഡ് ഈസ് വർക്കർ ഇൻ എ ചട്നി ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്കർ ഇൻ എ മാസീവ് കോട്ടൺ മിൽ ഫാക്ടറി കോൾഡ് കൂലി. ഞാൻ പറഞ്ഞു കൂലി എന്ന് പറയുന്ന അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ വിളിക്കുന്ന പേരാണ്. ഒരു കോട്ടൺ മില്ലാവും ഫാക്ടറിയിലാവും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് റിക്ഷ പുള്ളറായിരുന്നു. ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനമായിട്ട് മെയിൻ വാരിങ്സിന്റെ കൂടെ ഇത് കാറ് തട്ടിയതിന് ഒരു കോമ്പൻസേഷൻ പോലെ ഇവർ കൊണ്ടുപോവാണ് അവരെ നമ്മളെ മുന്നൂനെ കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അവിടെ നിന്നിട്ട് ട്യൂബർക്യുലോസിസ് വന്നിട്ട് ആ കുട്ടി മരിച്ചു പോകുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടു ലീവ്സ് ആൻഡ് എ ബഡ് 1937. It is set in a village near Oshirapur in Punjab. ആൻഡ് ലൈഫ് ഓഫ് എൻ എക്സ്പ്ലോയിറ്റഡ് പീസൺ ഗംഗു. ആൻഡ് ഇതിലെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ആകുന്നത് ഗംഗു ആണ്. ഗംഗുയുടെ സ്റ്റോറിയാണ് പറയുന്നത്. ഹു ഈസ് കിൽഡ് വൈൽ ട്രൈങ് ടു പ്രൊട്ടസ്റ്റ് ഈസ് ഡോക്ടർ ഫ്രം ബീങ് റേപ്ഡ് ബൈ എ ബ്രിട്ടീഷ് കൊളോണിയൽ ഓഫീഷ്യൽ. ഇതും ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടക്കുന്ന സ്റ്റോറിയാണ്. അതായത് ഈ ഗംഗു എന്ന് പറയുന്ന ഒരു പീസൺ, ഒരു ഫാമർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ഓഫീസർ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ, അത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആരും മരിച്ചു പോകും, ഗംഗു മരിച്ചു പോകും. ഓക്കെ, ഇതാണ് ആ ഒരു വളരെ മിസറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പറയുന്ന, അതായത് ആസാമിലെ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അവരുടെ അവസ്ഥയെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു നോവലാണ് ഈ ടു ലീവ്സ് ആൻഡ് എ ബഡ്. നമുക്കറിയാം ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ടു ലീവ്സ് ആൻഡ് എ ബഡ് ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് പറയുന്ന സ്റ്റോറിയാണ്. ഡീൽ വിത്ത് wretched plight of workers on the tea plantation of Assam. ആസാമിലെ ടീ പ്ലാന്റേഷനിലെ വർക്കേഴ്സിനെ പറ്റി പറയുന്നതാണ് ഈ ഒരു വർക്ക്. വർക്കേഴ്സ് ഹു ഹാവ് ടു പ്ലഗ് ടു ലീവ്സ് ആൻഡ് എ ബഡ് ഡേ ഇൻ എ day out. The major theme, the economic exploitation of the workers by colonialist or capitalist. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ കൂലിയിൽ പറഞ്ഞിട്ടുള്ള അതേ തീം തന്നെയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വർക്കേഴ്സിനെ നമ്മൾ കൊളോണിയലിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് ഇതിലും പറയുന്നത്. ആൻഡ് മെയിൻ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പീസൻ്റ് ആയിരുന്നു ഗംഗു. ആൻഡ് അദ്ദേഹത്തിന്റെ വൈഫാണ് എന്ത്, സജനി, ഗംഗൂസ് വൈഫ്, ഹു ഡൈസ് ഇൻ മലേറിയ. ആൻഡ് ലൈല ആൻഡ് ബുദ്ധു ഗംഗു ആൻഡ് സജൻസ് ചിൽഡ്രൻ ആണ്. അവരിൽ ലൈലേനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ബ്രിട്ടീഷ് ഓഫീസറിനെ കൊല്ലാൻ ശ്രമിക്കുകയും, പക്ഷെ ആക്ച്വലി മരിക്കുന്നത് ആരാ, ഗംഗു ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ആ ഒരു റെജി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടീ പ്ലാന്റേഷനിലെ മാനേജറാണ്. ഓക്കെ, ഹു അസോൾട്ടഡ് ലൈല. ആൻഡ് നമ്മൾ പറഞ്ഞു, നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രിലജിയുടെ കാര്യം. ഏതൊക്കെയായിരുന്നു, ദ വില്ലേജ്, അക്രോസ് ദ ബ്ലാക്ക് വാട്ടർ, പിന്നെ ഏതുണ്ടായത്, ദ സോഡ് ആൻഡ് ദ സിക്കിലായിരുന്നു. മുൽഖ്രാജ് ആനന്ദിന്റെ ലാലു ട്രിലജി ഈസ് എ സീരീസ് ഓഫ് 3 നോവൽ ദാറ്റ് ഫോളോസ് ദ ലൈഫ് ഓഫ് ലാലു സിംഗ്. ആൻഡ് ഈ 3 വർക്കിനെയും കോമൺലി വിളിക്കുന്ന പേരെന്താ, ലാലു ട്രിലജി എന്നാട്ടോ. സോ ആ ഒരു പേര് ഓർത്ത് വെക്കുക. ലാലു ട്രിലജി എന്ന് പറയുന്നത് ഈ 3 വർക്ക്സിനെയാണ് കമ്പൈൻ ചെയ്ത് പറയുന്നതാണ്. ആൻഡ് ഈസ് എന്താ ട്രിലജി എന്ന് വെച്ചാൽ എന്താ, 3 വർക്ക്സ് ആണ്. ഓക്കെ, ഈ 3 വർക്ക്സിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈസ് എ സീരീസ് ഓഫ് 3 നോവൽ ദാറ്റ് ഫോളോസ് ദ ലൈഫ് ഓഫ് ലാലു സിംഗ്. ഇതിൽ മെയിൻ ക്യാരക്ടർ ആയിട്ട് ലാലു സിംഗ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലാലു ട്രിലജി എന്ന് വിളിക്കുന്നത്. എ ഫാർമർ ഫ്രം പഞ്ചാബ് ആസ് ഹി നാവിഗേറ്റ് ദ സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ദ ട്രിലജി എക്സ്പ്ലോർസ് തീംസ് ഓഫ് റൂറൽ ലൈഫ്, വാർ, കൊളോണിയലിസം, ദ പീസ് ആൻഡ് അപ്രൈസിംഗ്. ഓഫ് കോഴ്സ് പിന്നെയും ഈ ഒരു കൊളോണിയൽ പീരിയഡിൽ എഴുതിയിട്ടുള്ള വർക്ക്സ് ആയതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള തീംസ് ആണ് ഇതിൽ വീണ്ടും ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഈ ട്രിലജി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും കോഡ് വെച്ചിട്ട് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഫസ്റ്റ് ഇതിനെ മൊത്തത്തിൽ എന്തായിരുന്നു വിളിക്കുക, ലാലു ട്രിലജി എന്നാണ്. ഫസ്റ്റ് വർക്ക് നമുക്ക് നോക്കാം. ഈ ട്രിലജിയിലുള്ള വർക്ക്സ് ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് വൺ ഈസ് ദ വില്ലേജ്. ഫോക്കസ് ഓൺ ലാലു സിംഗ് സ്ട്രഗിൾ ഇൻ ഈസ് conservative Punjabi village as he dreams of escaping rural poverty and tradition. ഓക്കെ, ലാലു സിംഗ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഏതാ, അക്രോസ് ദ ബ്ലാക്ക് വാട്ടർ, ട്രിലജിയിലെ രണ്ടാമത്തെ വർക്കാണ്. ലാലു ബിക്കം എ സിപ്പായ് ഇൻ വേൾഡ് വാർസ്. സിപ്പോയി നമുക്കറിയാം, ഷിപ്പായ് എന്ന മലയാളം വേർഡാണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. സിപ്പോയ് ഇൻ വേൾഡ് വാർ 1 ആൻഡ് ഫേസസ് ദ ഗ്രിം റിയാലിറ്റീസ് ഓഫ് വാർ ഇൻ ഫോറിൻ ലാൻഡ്, ക്വസ്റ്റനിങ് ഈസ് ഐഡന്റിറ്റി ആൻഡ് പർപ്പസ്. അതായത് ലാലു സിംഗ് എന്ന് പറയുന്ന ഒരു പഞ്ചാബിലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു വില്ലേജിൽ താമസിച്ചാലും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ആ ഒരു പോവർട്ടി അല്ലെങ്കിൽ ആ റൂറൽ ട്രഡീഷൻ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, വേൾഡ് വാർ ഫസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അവിടെ വെച്ചിട്ട് പല മോശം കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ലേറ്റർ ഹി ക്വസ്റ്റൻ ഈസ് ഐഡന്റിറ്റി ആൻഡ് പർപ്പസ്. ആൻഡ് ഈ ട്രിലജിയിൽ
ലാസ്റ്റ് വർക്ക് ഏതാണ്? ദ സോഡ് ആൻഡ് ദ സിക്കിൾ, 1942 ആണ്. ആൻഡ് ഹീസ് റിട്ടേണിങ് ഫ്രം ദ വാർ, അതായത് ആദ്യം അവിടുന്ന് പോകുന്നു, വാറിൽ പങ്കെടുക്കുന്നു, ഇപ്പൊ വാറിൽ തിരിച്ചു പോകുന്നു. ഇതാണ് ഈ 3 ട്രിലജിയിൽ പറയുന്നത്, ലാലു ട്രിലജിയിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ ലാലു സിംഗ് വാറിന്ന് തിരിച്ചു വരികയാണ്. ആൻഡ് ഹി ലീഡ് എ പീസ് ആൻഡ് റിബലൻ അഗെയിൻസ്റ്റ് ഒപ്രസീവ് ലാൻഡ് ലോർഡ്സ്, സിംബലൈസിങ് ദ ബ്രോഡർ ഫൈറ്റ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ്. ഈ ഒരു നാട്ടിലേക്ക് തിരിച്ചെത്തുകയും അവിടെ നടക്കുന്ന ഈ ഒപ്രസീവ് ലാൻഡ് ലോർഡ്സിന്റെ ഈ എക്സ്പ്ലോയിറ്റേഷനെതിരെ ഒരു റിബലിയൻ സംഘടിപ്പിക്കുകയും ചെയ്യാണ് നമ്മുടെ ലാലു സിംഗ്. ആൻഡ് ദ ട്രിലജി വിവിഡ്ലി പോർട്രേസ് ദ എവല്യൂഷൻ ഓഫ് ലാലു സിംഗ് ഫ്രം എ വില്ലേജ് ബോയ് ടു എ പീസ് ആൻഡ് ലീഡർ, ആൻഡ് റിഫ്ലക്റ്റിംഗ് ആനന്ദ്സ് ക്രിട്ടിക് ഓഫ് കൊളോണിയലിസം, വാർ ആൻഡ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തീമാണ് അദ്ദേഹത്തിന്റെ ഓരോ വർക്ക്സിലും പിന്നെയും പിന്നെയും ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വർക്കിൽ, ഈ 3 ട്രിലജിയിൽ ഈ ഒരു ലാലു സിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ എവല്യൂഷൻ ആണ് പറയുന്നത്. ഒരു വില്ലേജ് ബോയ് നിന്ന് പിന്നീട് വാറിൽ, ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്ത് പിന്നെ വീണ്ടും ഈ ഒരു പീസ് ആൻഡ് ലീഡറായി മാറുന്ന ആ ഒരു എവല്യൂഷനെയാണ്, ലാലു സിംഗിന്റെ എവല്യൂഷനാണ് ഈ ഒരു ലാലു ട്രിലജിയിൽ പറയുന്നത്. And the title was given by ജോർജ് ഓർവെൽ. നമ്മൾ നേരത്തെ ഇ എം ഫോസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അൺടച്ചബിളിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇവിടെ ഓർത്ത് വെക്കേണ്ട പേരാണ് എന്ത്? ജോർജ് ഓർവെൽ ആണ് ഈ ഒരു ടൈറ്റിൽ, ഏത് ദ സോഡ് ആൻഡ് ദ സിക്കിൾ എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ ബിഗ് ഹാർട്ട്, 1945. ക്യാരക്ടേഴ്സ് വരുന്നത് എന്താ? ആനന്ദ, എ കമ്പാൻഷനേറ്റ് കോപ്പർ സ്മിത്ത്, ഇൻഡസ്ട്രിയൽ വർക്കർ ആൻഡ് മിൽ ഓണർ ആണ്. ആൻഡ് ഇതിൽ തീംസ് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ വേഴ്സസ് ട്രഡീഷൻ, ലേബർ റൈറ്റ്സ്. അപ്പൊ കൂലിയിലും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ട്രിലജിയിലൊക്കെ അദ്ദേഹം കാസ്റ്റ് കൂടെ തന്നെ ഈ ലേബേഴ്സ് അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ, അവരുടെ ഓപ്പറേഷൻ ഒക്കെ സംസാരിക്കുന്ന റൈറ്റർ ആണ്. സോ ഇതും കൂടെ ഈ ഒരു വർക്കിലും ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ വേഴ്സസ് ട്രഡീഷൻ ആൻഡ് ഓൾസോ ലേബർ റൈറ്റ്സ്. അപ്പൊ നമുക്കിനി കുഞ്ഞ് സമ്മറി ഒന്ന് നോക്കാം. Anand, traditional craft is threatened by industrialization, leading to conflict between artisans and modern factory systems. The novel portrays the emotional and the economical struggle of communities adapting the changes. അതായത് ഈ ആനന്ദിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ട്രഡീഷണൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ ക്രാഫ്റ്റിൽ എന്ത് ചെയ്യാണ്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. കാരണം ഇത് വന്നതിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിനാണ് അത് ബാധിക്കുന്നത്. സോ ആ ഒരു കോൺഫ്ലിക്റ്റും, അതായത് ഈ മോഡേൺ ഫാക്ടറിയും ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ക്രാഫ്റ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു സാധനമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. And 7 Ages of Man. ഇത് ആനന്ദ് വർക്ക്ഡ് ഓൺ എ പ്രൊജക്റ്റഡ് 7 വോളിയം ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ. ഒരു 7 വോളിയം ആയിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നോവലായിട്ട് എഴുതാനാണ് നമ്മളുടെ മുക്രാജ് ആനന്ദ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു 7 വോളിയംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ കംപ്ലീറ്റ് ചെയ്തത് ഒരു 4 വോളിയംസ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കണേ. ഒരു 7 വോളിയം ഓഫ് ഓട്ടോബയോഗ്രഫിക്കൽ നോവലായിട്ടാണ് ഈ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആകെ 4 വോളിയംസ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളായിരുന്നു. ആ 4 വോളിയംസ് ഏതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് 7 സമ്മേഴ്സ് ആണ്, 1951. മോർണിംഗ് ഫേസ് എന്നുള്ള വർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എവിടെയാണ്? സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ഈ ഒരു വർക്കിനാണ്. അത് 1968 കൺഫെഷൻ ഓഫ് എ ലവർ ഉണ്ട്, 1976. ആൻഡ് ദ ബബിൾ, 1984. സോ ബാക്കിയുള്ള 3 വോളിയംസ് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് വർക്കും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ദ ഓൾഡ് വുമൺ ആൻഡ് ദ കൗ, 1960. ആൻഡ് ഇറ്റ് വാസ് ഹിസ് വെരി ഫസ്റ്റ് ഹീറോയിൻ സെൻറ്റേഡ് നോവൽ. നമ്മൾ പറഞ്ഞിട്ടുള്ള നോവൽസ് ഒക്കെ നമുക്ക് അറിയാം, ഒരു മെയിൽ ഹീറോ ആണ് ഉണ്ടായിട്ടുണ്ടായത്. ഇതൊരു ഹീറോയിൻ സെൻറ്റേഡ് ആണ്. മെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഫീമെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹീറോയിൻ സെൻറ്റേഡ് ആയിട്ടുള്ള നോവലാണ് ഏത്? ദ ഓൾഡ് വുമൺ ആൻഡ് ദ കൗ. അപ്പൊ ആ പ്രൊട്ടഗോണിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ. ആ പ്രൊട്ടഗോണിസ്റ്റിന്റെ പേര് ഗൗരി എന്നാണ്. ആൻഡ് ഷീ ഈസ് ദ സിംബോളിക് ആസ്പെക്ട് ഓഫ് മോഡേൺ വുമൺ. മോഡേൺ വുമന്റെ ഒരു റെപ്രസെൻറ്റീവ് ആയിട്ടാണ് ഗൗരി ഇവിടെ വരുന്നത്. ഈ മോഡേൺ വുമൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദേ ആർ കോൺഷ്യസ് അബൌട്ട് ദെയർ റൈറ്റ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. ഇതിനെപ്പറ്റി ബോധ്യമുള്ള സ്ത്രീകളായിട്ടുള്ള മോഡേൺ വുമൺ എന്ന പെർസ്പെക്റ്റീവിലായ ഒരു
ഈ ഒരു രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗൗരി. അദ്ദേഹത്തിന്റെ ഹീറോയിൻ സെന്റേർഡ് ആയിട്ടുള്ള ആദ്യത്തെ നോവലും എന്താണ്, തോൾഡ് ഊണ എന്ന കൗ ആണ്. ആ ക്യാരക്ടറിന്റെ പേര് മറന്നു പോകേണ്ട, ഗൗരിയാണ്. സോ നമ്മള് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്ററിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് R.K. നാരായണൻ. 3 പില്ലേഴ്സിൽ വരുന്ന അടുത്ത റൈറ്ററാണ് R.K. നാരായൺ. ഇയർ നമുക്ക് ഓർത്ത് വെക്കാം, 1906 to 2001 ആണ് ആ ഒരു അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ആ ഫുൾ നെയിം ചിലപ്പോൾ ആവശ്യമായി വരാം, ചിലപ്പോൾ ചോദിക്കാം അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. R.K. നാരായണൻ എന്ന് വെച്ചാൽ രാശിപുരം കൃഷ്ണസ്വാമി നാരായണ ഓർ നാരായണ സ്വാമി എന്നാണ്. ആൻഡ് ദ ഫസ്റ്റ് റെസിപ്റ്റന്റ് ഓഫ് സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പൊ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന് ഏത് വർക്കിനാണ് അത് കിട്ടിയത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റർ ആരാന്ന് ചോദിച്ചാൽ ആരാ, നമ്മളെ R.K. നാരായണാണ്. അദ്ദേഹത്തിന്റെ ദ ഗൈഡ് എന്ന വർക്കിലാണ്, ചിലപ്പോൾ ആളുകൾക്ക് ഫെമിലർ ആയിട്ടുണ്ടാവുക വർക്കായിരിക്കും ദ ഗൈഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗൈഡ് എന്ന വർക്കിനാണ് സാഹിത്യ അക്കാദമി ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളതും R.K. നാരായണനാണ്. 1916 ആണ് കിട്ടിയിട്ടുള്ളത്. ദ സെമി ഓട്ടോബയോഗ്രഫിക്കൽ ട്രിലജി. അപ്പോൾ നമ്മൾ നേരത്തെ മുൽക്രാജ് ആനന്ദിന്റെ ട്രിലജിനെ, ലാലു ട്രിലജിനെ പറ്റി സംസാരിച്ചു. നമുക്ക് ഇവിടെ ഒരു ട്രിലജി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണത്? ഇത് സെമി ഓട്ടോബയോഗ്രഫിക്കൽ ട്രിലജി ആണ്. സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ബാച്ചിലർ ഓഫ് ആർട്സ് ആൻഡ് ദ ഇംഗ്ലീഷ് ടീച്ചർ. ഇത് മൂന്നുമാണ് അദ്ദേഹത്തിന്റെ ട്രിലജീസിൽ ഉൾപ്പെടുന്ന വർക്ക്സ്. ആൻഡ് ക്രിയേറ്റഡ് എ ഫിക്ഷണൽ ടൗൺ മാൽഗുഡി ഇൻ ഹിസ് നോവൽസ്. R.K. നാരായണൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ചിത്രം ഏതായിരിക്കും? മാൽഗുഡി എന്ന് പറയുന്ന ഫിക്ഷണൽ ടൗണിലേക്ക്. അദ്ദേഹത്തിന്റെ മിക്ക നോവലുകളിലെയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫിക്ഷണൽ ടൗണിലാണ്. ഇത് ആക്ച്വലി ഉള്ള ടൗൺ അല്ല, ഒരു ഫിക്ഷണൽ ടൗൺ ആണ്. അദ്ദേഹത്തിന്റെ വർക്ക്സിലൊക്കെ ഈ ഒരു ടൗണിനെ ആസ്പദമാക്കിയിട്ടാണ്, അല്ലെ അവിടെയാണ് ഈ കഥകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അദ്ദേഹത്തിന് മറ്റ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ 1964, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ സാഹിത്യ അക്കാദമി അവാർഡ് ഞാൻ പറഞ്ഞു, ഇസ് ദ ഫസ്റ്റ് റെസിപ്റ്റന്റ് ഓഫ് സാഹിത്യ അക്കാദമി അവാർഡ്. അത് നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ട്രിലജിയിലെ തന്നെ ആദ്യത്തെ വർക്ക് ആയിട്ടുള്ള ദ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് നോക്കാം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെയും ഫസ്റ്റ് നോവൽ. ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1935. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ എ ഫിക്ഷസ് സൗത്ത് ഇന്ത്യൻ ടൗൺ മാൽഗുഡി. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മിക്ക കൃതികളും വർക്ക്സും മാൽഗുഡിനെ ആസ്പദമാക്കിയിട്ടാണ് ഉണ്ടാവാറ്. ഇതും മാൽഗുഡി ബേസ്ഡ് ആയിട്ടുള്ള വർക്കാണ്. ദ ഒറിജിനൽ ടൈറ്റിൽ ഓഫ് സ്വാമി ആൻഡ് ദ ഫ്രണ്ട് വാസ് സ്വാമി ദ ടേറ്റ്, വിച്ച് വാസ് ചേഞ്ച്ഡ് സജസ്റ്റഡ് ബൈ ഗ്രഹാം ഗ്രീൻ. ഇവിടെ നമുക്ക് 2-3 പോയിന്റ്സ് ഓർത്ത് വെക്കണം. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സ്വാമി ആൻഡ് ഫ്രണ്ട്സിന്റെ ആക്ച്വലി ഒറിജിനൽ ടൈറ്റിൽ എന്തായിരുന്നു? സ്വാമി ദ ടേറ്റ് എന്നായിരുന്നു. പക്ഷെ പിന്നീട് അത് ചേഞ്ച് ചെയ്ത് സ്വാമി ദ ഫ്രണ്ട്സ് എന്നാക്കിയതാണ്. ഈ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തതാണ് ഗ്രഹാം ഗ്രീൻ ആണ്. അതും ഓർത്ത് വെക്കണം. ആൻഡ് ഓൾസോ ഈ ഒരു സ്വാമി ആൻഡ് ഫ്രണ്ട്സിൽ ഒരു ഗെയിമിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ഉണ്ട്. ഇതിൽ ചോദിച്ചിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഗെയിം ഏതായിരുന്നു? ക്രിക്കറ്റ് ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണേ. And portrays the peculiarities of human relationship and the ironies of Indian daily life. And മറ്റൊരു തീം എന്ന് പറയുന്നത് മോഡേൺ വേഴ്സസ് ഏഷ്യൻ ട്രഡീഷൻ ആണ്. ആൻഡ് ഇതിൽ നമുക്ക് കുറച്ച് അധികം പഠിക്കാനുള്ള സാധനം, ഓക്കെ, ഗ്രഹാം ഗ്രീന് എന്നുള്ള നെയിം നമ്മൾ മറന്നു പോകരുത്. അതായത് സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ള വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം. ആ ഒരു പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത് ഗ്രഹാം ഗ്രീൻ ആയിരുന്നു. ആൻഡ് ഓൾസോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ആരോടാണ് റെക്കമെൻഡ് ചെയ്തത്? ഫേമസ് പബ്ലിഷർ ആയിട്ടുള്ള ഹാമിഷ് ഹാമിൽട്ടൺ. അപ്പൊ ഈ ഒരു 2 പേര് അവിടെ ഓർത്ത് വെക്കണം. അദ്ദേഹത്തിനോട് റെക്കമെൻഡ് ചെയ്തിട്ട് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഗ്രഹാം ഗ്രീൻ. ആൻഡ് ഈ ഒരു സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ള വർക്ക് പിന്നീട് TV സീരീസ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ സെയിം നെയിം. അപ്പൊ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത് ഒന്ന് സ്വാമിയെ ടൈറ്റിലുള്ള പോലെ തന്നെ സ്വാമിയും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സുമാണ്. സോ സ്വാമി ഓർ സ്വാമിനാഥനാണ് ഇതിന്റെ പ്രൊട്ടഗോണിസ്റ്റ്. ആൻഡ് ബാക്കി വരുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാ നോക്കാം. ഒന്നാമത്തെ ഫ്രണ്ട് മണിയാണ്. മണി ഈസ് ഓൾസോ നോൺ ആസ് മൈറ്റി ഗുഡ് ഫോർ നത്തിങ്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് റിലേറ്റ് ചെയ്യാം. മണി മൈറ്റി ഗുഡ് ഫോർ നത്തിങ്. എം എന്നുള്ള ഫസ്റ്റ് മണി മൈറ്റി ഗുഡ് ഫോർ നത്തിങ്. ആ എം എന്നുള്ള വേർഡ് നമുക്ക് രണ്ടിനും റിലേറ്റ് ചെയ്തിട്ട് പഠിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോഡുകളൊക്കെ മേക്ക് ചെയ്യുക. അത് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. മണി മൈറ്റി ഗുഡ് ഫോർ നത്തിങ്, അങ്ങനെ ആലോചിക്കാം. ആൻഡ് സോമു, സ്വാമി കോൾ ഹിം ദ അങ്കിൾ ഓഫ് ദ ക്ലാസ്. അവിടെ നമുക്ക് ഏത് രീതിയിൽ കോഡ് ഉണ്ടാക്കാം?
സോമ എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ അങ്കിൾമാർക്കൊക്കെ ഇടുന്ന പേരാണല്ലോ, സോമു സോമ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ സോമു ആണ് നമ്മൾ ആ ഒരു ക്ലാസ്സിലെ അങ്കിൾ. അപ്പോൾ അങ്കിൾ ഓഫ് ദി ക്ലാസ് ആരാണ്? സോമു ആണ്. ആ രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത ക്യാരക്ടർ ശങ്കർ. ശങ്കർ എന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവേ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോയ് എന്നുള്ള രീതിയിലാണ് ഓർമ്മ വരിക ശങ്കർ എന്നുള്ള പേര് വെക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ദ ക്ലാസ്മേറ്റ് ഓഫ് സ്വാമി, ശങ്കർ ഈസ് നോൺ ആസ് ദ മോസ്റ്റ് ബ്രില്യൻ ബോയ്. അപ്പൊ ശങ്കർ ആരാ? ബ്രില്യൻ ബോയ്, ആ ക്ലാസ്സിലെ ബ്രില്യൻ ബോയ് ആണ്. നെക്സ്റ്റ് ഫ്രണ്ട്, നാലാമത്തെ ഫ്രണ്ട് സാമുവൽ ആണ്. ദ പി, ദ ഓൺലി ക്രിസ്ത്യൻ ഫ്രണ്ട് ഓഫ് സ്വാമി. ആ പേരിൽ തന്നെ ക്രിസ്ത്യൻ നെയിം ആണ്. സോ ആ രീതിയിൽ ഓർത്ത് വെക്കുക. ലാസ്റ്റ് വേറൊരു ഫ്രണ്ടിന്റെ കൂടെ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് രാജം. ആൻഡ് ആക്ച്വലി ഈ ഒരു ആൽബർട്ട് മിഷൻ സ്കൂളിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടിയാണ് ഈ രാജം. ആൻഡ് ഇനീഷ്യലി സ്വാമിയുടെ വലിയൊരു ശത്രു ആയിരുന്നു ആര്? നമ്മളെ രാജം. പക്ഷെ ലേറ്റർ എന്തായി? അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയി മാറിയായിരുന്നു. ആൻഡ് ഹീ ഈസ് ഗുഡ് അറ്റ് സ്റ്റഡീസ് ആൻഡ് സ്പീക്സ് ഇംഗ്ലീഷ് ലൈക്ക് എ യൂറോപ്യൻ. ഓക്കെ, ജസ്റ്റിന്റെ സമ്മറിയിൽ ഒന്ന് വായിച്ചു പോവാം. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് 1935 by R.K. Naran is the first novel in the Malgudi series and introducing readers to the fictional South Indian town of Malgudi. The story follows Swaminathan or Swami, a 10-year-old boy, and his adventure with his friends Rajam and Mani. The novel explores themes of childhood innocence, friendship, and the conflict of growing UP. Swami faces various challenges, including school struggles, misunderstanding, and the pressure of conform the expectation. ഓക്കെ, ചൈൽഡ്ഹുഡ് ഇന്നസെൻസും ആ ഫ്രണ്ട്ഷിപ്പും പറയുന്ന രീതിയിലുള്ള സ്കൂൾ ഡേയ്സിലുള്ള ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണിത്. When a quarrel arises with Rajam, his closest friend, Swami's emotional turmoil is vividly portrayed. The story ends on a bittersweet note that Rajam moves away, symbolizes the loss of innocence and the beginning of Swami's journey into maturity. ഓക്കെ, സമ്മർ ഞാൻ ജസ്റ്റ് വായിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സ്റ്റോറീസിൻ്റെ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയെന്ന് പറയുന്ന സ്റ്റോറീസൊക്കെ നോവൽസിൻ്റെ ഒക്കെ സമ്മറി ഒന്ന് ജസ്റ്റ് വായിച്ചു പോവാം. ആൻഡ് അദ്ദേഹത്തിൻ്റെ ട്രിലജിയിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ ബാച്ചിലർ ഓഫ് ആർട്സ് 1935. 1937, the second book of the trilogy, and it is also setting in the Malgudi. And Narayanan depicts the stance of suffering and humor in a beautiful tapestry of Malgudi and its vibrant characters. മാൽഗുഡിയിലെ വൈബ്രന്റ് ക്യാരക്ടേഴ്സിലൂടെ വളരെ കുറച്ച് നർമ്മമൊക്കെ ചേർത്തിട്ട് ഹ്യൂമറസ് വേയിൽ പോർട്രേ ചെയ്തിട്ടുള്ള വർക്കാണ് ദ ബാച്ചിലർ ഓഫ് ആർട്സ്. നമുക്ക് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് നോക്കാം. ചന്ദ്രൻ is the protagonist with a BA degree in history, tries to become a sage and eventually marries. Okay. And Maladi is the Chandran's love. And Sushila, Chandran's wife, after his marriage proposal with the Maladi was rejected. Okay. നെക്സ്റ്റ് നമ്മൾ ട്രിലജിയിലെ ലാസ്റ്റ് വർക്കാണ് ദ തേർഡ് നോവൽ ഓഫ് ദ വില്ലേജ്, ട്രിലജി. ദ തേർഡ് നോവൽ ഓഫ് ദ ട്രിലജി, ദ ഇംഗ്ലീഷ് ടീച്ചർ 1945. It is autobiographical in nature, written when Narayan was dealing with the death of his wife Rajam. ഭാര്യയുടെ മരണസമയത്തും അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു ടൈമിൽ എഴുതിയിട്ടുള്ള വർക്കാണ്. അതുകൊണ്ടാണ് ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ നാച്ചർ എന്ന് പറയുന്നത്. വൈഫ് രാജമാണ്. ആൻഡ് ഓൾസോ ദിസ് സെറ്റ് ഇൻ മാൽഗുഡി. ഇറ്റ് ഈസ് ദ ലവ് സ്റ്റോറി ഓഫ് കൃഷ്ണ, ദ ഇംഗ്ലീഷ് ടീച്ചർ ആൻഡ് ഹിസ് വൈഫ് ദ വിവേഷ്യസ് സുശീല. അപ്പൊ അവിടെ കൃഷ്ണ സുശീല എന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഇതിന് പകരമായിട്ട്. അതായത് നാരായണൻ അദ്ദേഹത്തിന്റെ വൈഫുള്ള രാജ്യത്തിന്റെ ഈ ഒരു ലവ് ആൻഡ് അദ്ദേഹത്തിന്റെ ഡെത്ത്, ഭാര്യയുടെ ഡെത്തും ഇതിനെ ആസ്പദമാക്കിയിട്ട് കൃഷ്ണ ആൻഡ് സുശീല എന്ന രണ്ട് ക്യാരക്ടേഴ്സിലൂടെയാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പൊ കൃഷ്ണയാണ് ദ പ്രൊട്ടഗോണിസ്റ്റ് ആൻഡ് സുശീല നമ്മൾ പറഞ്ഞു വൈഫ് ഓഫ് കൃഷ്ണയാണ്. dies by developing typhoid after getting struck by a bee. ഓക്കെ, ആൻഡ് ഇത് ഇവിടെ ഓൾസോ നാരായണന്റെ വൈഫിന്റെ ഒരു ഡെത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ഇമോഷണൽ ഇതിലൊക്കെ വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള സ്റ്റോറി കൂടെയാണ്. ആൻഡ് ലീല, ദ ഡോക്ടർ ഓഫ് കൃഷ്ണ ആൻഡ് സുശീല, in whom Krishna find peace and comfort. Sannyas, a sage who could talk to spirits. And the headmaster, is nameless and introduces Krishna with a new school.
ആൻഡ് അടുത്ത ഇമ്പോർട്ടൻറ്റ് വർക്ക് ആണ് ദ ഗൈഡ്. അതിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത് ഓർത്ത് വെക്കണം. ആൻഡ് ഇസ് പബ്ലിഷ് ഇൻ 1958 ആൻഡ് it also സെറ്റിംഗ് മാൽഗുഡിയാണ്. ഇറ്റ് ഫോളോസ് ദ ലൈഫ് ഓഫ് എൻ ഇന്ത്യൻ മാൻ രാജു ആൻഡ് ഓൾസോ നോൺ ആസ് റെയിൽവേ രാജു. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ആര്? രാജു. അദ്ദേഹത്തിന് വേറൊരു പേരും കൂടെ വിളിക്കും, റെയിൽവേ രാജു എന്നാണ് വിളിക്കുന്നത്. As he evolves throughout his life to become one of the most prominent holy man in India. അതായത് റെയിൽവേ രാജു എന്നുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡിൽ നിന്നും എങ്ങനെയാണ് ഒരു ഹോളി മാനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതാണ് ഈ ഒരു ഗൈഡ് എന്ന വർക്കിൽ പറയുന്നത്. അപ്പോൾ രാജു എന്ന കഥാപാത്രത്തിനെ, ക്യാരക്ടറിനെ, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ഇവിടുന്ന് ഒരു ടൂറിസ്റ്റ് ഗൈഡിൽ നിന്ന് ഒരു ഹോളി മാനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു ജേർണി. ഇറ്റ് ഈസ് എ ആംബിഗ്യസ് എൻഡിങ് ആണ്. ഈ ആംബിഗ്യസ് എൻഡിങ് എന്ന് വെച്ചാൽ അതായത് നമുക്ക് ഇതിന്റെ എൻഡിങ് അവസാനിക്കുന്നത് നമുക്ക് പല പല ഇന്റർപ്രിട്ടേഷൻസും നടത്താം. അതായത് കൃത്യമായിട്ടുള്ള എൻഡിങ് ഇതിനില്ല. നമുക്ക് പല രീതിയിൽ നമ്മളായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഇതിൽ നൽകാം. അതുകൊണ്ടാണ് ആംബിഗ്യസ് എൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദ ഫസ്റ്റ് നോവൽ റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ടു ബി അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, RK നാരായണനാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററിന് അവാർഡ് കിട്ടുന്നത്. ആൻഡ് ആ ഒരു നോവൽ എന്ന് പറയുന്നത് ഗൈഡാണ്. അത് നമ്മൾ പറഞ്ഞു 1960-ലാണ്. അഡാപ്റ്റഡ് ടു ബോത്ത് എ മൂവി ആൻഡ് എ പ്ലേ ഓഫ് ദ സെയിം നെയിം. ഈ ഒരു പേരിൽ സെയിം നെയിമിൽ മൂവിയും അതുപോലെ പ്ലേയും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദ ഗൈഡ്. ആൻഡ് ക്യാരക്ടേഴ്സ് പറഞ്ഞു, രാജു ആണ് പ്രൊട്ടഗോണിസ്റ്റ് ആൻഡ് ഓൾസോ ഈസ് നോൺ ആസ് റെയിൽവേ രാജു ബിക്കോസ് ഹി ഈസ് എ ഗൈഡ് ആസ് വെൽ, മിസ്റ്റേക്കലി ടേൺ ഇൻ ടു എ ഹോളി മാൻ ആൻഡ് ലേറ്റർ ഹാസ് എ സ്പിരിച്വൽ അവേക്കനിങ്. അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഗൈഡിൽ നിന്ന് ഹോളി മാനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ വരുന്നത് റോസി ആണ്. റോസി എന്ന് പറയുന്നത് ഷീ ഈസ് എ daughter of a dancer from a lower caste and the wife of Marco. മാർക്കോയുടെ വൈഫാണ് റോസി. ആൻഡ് മൂൺ വിത്ത് രാജു ആൻഡ് ഈസ് റീമേഡ് നളിനി. ഈ മാർക്കോനെ ഉപേക്ഷിച്ചിട്ട് പിന്നെ രാജുവിന്റെ കൂടെ പോവുകയും പിന്നെ അതേപോലെ തന്നെ പേര് റോസി എന്നുള്ളത് മാറ്റി നളിനി എന്നാക്കുന്നുണ്ട്. ലേറ്റർ ഷീ ബിക്കം എ ഫേമസ് ഡാൻസർ. ആൻഡ് മാർക്കോ എന്ന് പറയുന്നത് റോസിയുടെ ഹസ്ബൻഡ് ആണ്. ഓക്കെ. അദ്ദേഹം ഒരു ബുക്ക് എഴുതുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടിലെത്തുകയും രാജുവും ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അതർ ഫേമസ് നോവൽസ് നമുക്ക് നോക്കാം. ദ ഡാർക്ക് റൂം. ഇയർ നിങ്ങൾ കൂടെ നോക്കണം കേട്ടോ, ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കണേ. ദ ഡാർക്ക് റൂം, മിസ്റ്റർ സമ്പത്ത്, ദ ഫിനാൻഷ്യൽ എക്സ്പെർട്ട്, വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ, ദ മാൻ ഈറ്റർ ഓഫ് മാൽഗുഡി, ദ വെൻഡർ ഓഫ് സ്വീറ്റ്, ദ പെയിന്റർ ഓഫ് സയൻസ്, ദ ടൈർ ഓഫ് മാൽഗുഡി, ടോക്കറ്റീവ് മാൻ, ദ വേർഡ് ഓഫ് നാഗരാജ്, ഗ്രാൻഡ് മദേഴ്സ് ടെയിൽ. ഇതൊക്കെ മാൽഗുഡി ആയുള്ള പല ക്യാരക്ടേഴ്സും അതിലെ സെറ്റിങ്സ് ഒക്കെയാണ് ഈ ഒരു അധിക സ്റ്റോറീസിലും വരുന്നത്. സോ ഇപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഒരു സമ്മറി, ജസ്റ്റ് ഏതൊക്കെയാ ക്യാരക്ടേഴ്സ് എന്നുള്ളത് അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി പോകണേ. ആൻഡ് അദ്ദേഹത്തിന്റെ കുറച്ച് ഷോർട്ട് സ്റ്റോറീസും കൂടെ ഉണ്ട്. ലവ്ലി റോഡ്, The Horse and Two Gods and Other Stories, 1970. Under the Banyan Tree and Other Stories, 85. The Grandmother's Tale, 1993. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് റൈറ്റർ ആയിട്ടുള്ള രാജാ റാവുലേക്ക് എത്തിയിരിക്കുകയാണ്. സോ അനദർ ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്, 3 പില്ലേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്. 1908 and 2006 ആണ് അദ്ദേഹത്തിന്റെ പീരീഡ്. സോ രാജാ റാവുവിനെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് വർക്ക് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്? കാന്തപുരയാണ്. സോ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് കേട്ടോ കാന്തപുര. ഓക്കെ. Translated Indian sensibilities into English and also incorporates Indian metaphysics and philosophy into his fictional work. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്കിന്റെ പെക്യുലാരിറ്റീസ് ആണ് കേട്ടോ. മെറ്റാഫിസിക്സ് ആൻഡ് ഫിലോസഫി ഇൻടു ഹിസ് ഫിക്ഷണൽ വർക്ക്. അപ്പൊ ആ ഒരു പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കണേ. വർക്ക്സ് കണ്ടെയ്ൻ എലമെന്റ്സ് ഓഫ് ഇന്ത്യൻനെസ്. അദ്ദേഹത്തിന്റെ വർക്കിൽ എപ്പോഴും ഈ ഇന്ത്യൻനെസ്, ഈ ഒരു നമ്മളുടെ നാട്ടിലെ ഇന്ത്യയിലെ പല പല എലമെന്റ്സും അദ്ദേഹത്തിന്റെ വർക്കിലെ ക്യാരക്ടേഴ്സിലൊക്കെ പ്രകടമായിട്ട് തന്നെ കാണാം. സോ ഈസ് വർക്ക് കണ്ടെയ്ൻ ദ എലമെന്റ്സ് ഓഫ് ഇന്ത്യൻനെസ്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ് ഈസ് ഓൾസോ ഗെറ്റ് സാഹിത്യ അക്കാദമി അവാർഡ്, പത്മഭൂഷൺ ആൻഡ് ഓൾസോ നെയ്സ്റ്റാർട്ട് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇയർ നോട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു അവാർഡ് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് പത്മവിഭൂഷൺ. ഓക്കെ. ആൻഡ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ഞാൻ പറഞ്ഞു. കാന്തപുര അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇയർ നോക്കണം, 1938. ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇതൊന്നും പഠിച്ചു വെക്കണം. ഓക്കെ. ഫസ്റ്റ് കാന്തപുര ആണ്. ആൻഡ് നെക്സ്റ്റ് ദ കൗ ഓഫ് ദ ബാരിക്കേഡ്സ്,
The Serpent and the Rope, The Cat and Shakespeare, A Tale of India, Comrade Kirillov, The Policeman and the Rose, The Chess Master and His Moves on the Ganga Ghat. അദ്ദേഹത്തിന്റെ വർക്ക്സിലെ ടൈറ്റിൽ നോക്കിയാൽ കാണാം വളരെ രസകരമായിട്ടുള്ള ഒരു ടൈറ്റിൽസ് ആണ്. ദ കാറ്റ് ആൻഡ് ദ ഷേക്സ്പിയർ, കോമഡ് കിർലോവ്, ദ പോലീസ്മാൻ ആൻഡ് ദ റോസ്. അപ്പോൾ ഈ ടൈറ്റിൽസ് കുറച്ച് വെറൈറ്റി ടൈറ്റിൽസ് ആയതുകൊണ്ട് തന്നെ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വർക്ക്സിനെ പറ്റിയിട്ടും പറയാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആൻഡ് ഫസ്റ്റ് നോവലാണ് കാന്തപുര. അധികം ആളും കേട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ആൻഡ് ദിസ് ഇൻട്രൊഡക്ഷൻ വാസ് റിട്ടൺ ബൈ ആർ പാർത്ഥസാരഥി. ഇപ്പൊ വേറൊരു പോയറ്റിന്റെ പേര് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ്? ആർ പാർത്ഥസാരഥി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പോയറ്റാണ്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ അദ്ദേഹത്തിനെ പറ്റി പറയുന്നതായിരിക്കും. സോ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ, ഈ കാന്തപുരയുടെ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ആരാണ്? ആർ പാർത്ഥസാരഥിയാണ്. ആൻഡ് ഓൾസോ കാന്തപുര അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലാണ്. ഓക്കെ, ആൻഡ് ലാർജ്ലി റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദിസ് സെറ്റ് ഇൻ എ ഫിക്ഷണൽ ടൗൺ കോൾഡ് കാന്തപുര. ആൻഡ് ഈ കാന്തപുര എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ടൗൺ ആണ്. ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഒരു സൗത്തേൺ ഇന്ത്യയിൽ നടക്കുന്ന കഥയായിട്ടാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ വില്ലേജ് ആൻഡ് ഇറ്റ്സ് റെസിഡൻസ്. ആ ഒരു കാന്തപുര എന്ന് പറയുന്ന വില്ലേജിനും ആ വില്ലേജിലെ മറ്റാളുകളെ പറ്റിയിട്ടും ആണ് ഈ ഒരു കഥയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറീസ് വില്ലേജസ് എൽഡർ വുമൺ അച്ചക്ക. അച്ചക്കയാണ് ഈ ഒരു വില്ലേജിലെ എൽഡർ വുമൺ ആയിട്ടുള്ള അച്ചക്കയാണ് ഈ ഒരു കഥയിലെ നറേറ്റർ, ഈ സ്റ്റോറി നറേറ്റ് ചെയ്ത് പോകുന്നത് ഈ അച്ചക്ക എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ആൻഡ് ഓൾസോ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഈ അച്ചക്ക എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വി എന്ന് ചേർത്തിട്ടാണ്, നമ്മൾ എന്ന് ചേർത്തിട്ടാണ് കാര്യങ്ങൾ പറയാറ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, The novel explores the effect of India's independence movement. Also, ഈ റൈറ്റേഴ്സിന്റെ ഒക്കെ വർക്കിൽ നമുക്ക് കണ്ടറിയാം അല്ലെ, ആ ഒരു ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഇതൊക്കെയാണ് അവരുടെ സ്റ്റോറീസിൽ മെയിൻ ആയിട്ട് തീമായിട്ട് വരുന്നത്. തന്നെ ഓൾസോ ഇതിലും അങ്ങനെ തന്നെയാണ്. ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഒരു എഫക്ട്സിനെയാണ് കൂടുതലായിട്ട് ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രഡീഷണൽ ഫോക്ക് ടെയിൽ ആൻഡ് ദ മോഡേൺ കോണ്ടംപററി നോവൽ. ഓക്കെ, അപ്പോൾ കാന്തപുരയിലെ മറ്റു ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് മൂർത്തി. ഈസ് എ യങ് ബ്രാഹ്മിൻ heavily inspired by Mahatma Gandhi's nationalist movement. ഈ ഒരു നോവലിലെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് മൂർത്തിയാണ്. ഒരു യങ് ബ്രാഹ്മിൺ ആണ്, അപ്പർ കാസ്റ്റിലുള്ള ബിലോങ് ആയിട്ടുള്ള ഒരു യങ് മാൻ ആണ്. അദ്ദേഹം ഗാന്ധിയുടെ ഐഡിയാസും അദ്ദേഹത്തിന്റെ നാഷണൽ മൂവ്മെന്റ്സിലും ഹെവിലി ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരു ഗാന്ധിയൻ വേയിലൂടെ കാര്യങ്ങൾ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ആൻഡ് ഓൾസോ ഈ റെഫേർഡ് ആസ് എ സ്മോൾ മൗണ്ടെയിൻ. ഈ ഒരു നോവൽ അദ്ദേഹത്തിന് സ്മോൾ മൗണ്ടെയിൻ എന്നുള്ള രീതിയിലാണ് റെഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് അപ്പോൾ ഈ മഹാത്മാഗാന്ധിയാണ് ബിഗ് മൗണ്ടെയിൻ. അപ്പൊ ബിഗ് മൗണ്ടെയിൻ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ, അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഫോളോ ചെയ്യുന്ന മൂർത്തി എന്താണ്? സ്മോൾ മൗണ്ടെയിൻ എന്നുള്ള രീതിയിലാണ് ഇതിൽ റെഫർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്യാരക്ടർ വന്നത് ബട്ടയാണ്. is a wealthy landowner and exploit the villages indirect agent of British ഗവൺമെന്റ്. അപ്പൊ ഇതില് നെക്സ്റ്റ് ക്യാരക്ടർ ആണ് ബട്ട. അദ്ദേഹം ഈ ഒരു കാന്തപുര എന്ന വില്ലേജിലെ ഒരു വെൽത്തി ആയിട്ടുള്ള ലാൻഡ് ഓണർ ആണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ ഒരു നമുക്കറിയാം, ഈ ലാൻഡ് ഓണേഴ്സ് അവരുടെ മറ്റ് ആളുകളൊക്കെ എത്തരത്തിലായിരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ബാക്കി വില്ലേജസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആണ് ബട്ട. അതേപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ടൂൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളും കൂടെയാണ് ബട്ട. And Patel Range Gowda is another important character. പ്രൈമറി എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് കാന്തപുര. ഈ ഒരു കാന്തപുര എന്ന വില്ലേജിലെ പ്രൈമറി എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഈ ഒരു പട്ടേൽ റേഞ്ച് ഗൗഡ. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് രംഗമ്മ. ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണ് രംഗമ്മ. ഷീ ക്യാൻ റീഡ്, റൈറ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് അതർ വുമൺ. ഇതിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് രംഗമ്മ. ഷീ ഈസ് എ വിഡോ ഓൾസോ. ആൻഡ് അവർക്ക് എഴുതാനും വായിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അതായത് ഈ ഒരു വില്ലേജിലെ ബാക്കി സ്ത്രീകളൊന്നും ഇലിറ്ററേറ്റ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു പവർഫുൾ ക്യാരക്ടർ ആയിട്ടാണ് രംഗമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ സർപ്പൻ ആൻഡ് ദ റോപ്പ്, 1960. ഓക്കെ, ഇതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. അദ്ദേഹത്തിന് ഈ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ആയിട്ടുള്ള ദ സർപ്പൻ എന്ന റോപ്പിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്.
And this novel is about Ramaswamy's thought process and develop in line with the Vedantic philosophy. അപ്പോൾ ഇതിൽ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത് രാമസ്വാമിയാണ്. And the novel takes Rao's first marriage and its disintegration. അതായത് അദ്ദേഹത്തിന്റെ, അതായത് രാജാ റാവുടെ ഫസ്റ്റ് മാരേജും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുറച്ച് ഡിസ്ഇൻറ്റഗ്രേഷൻസ് ആൻഡ് പ്രോബ്ലംസിനൊക്കെ ആസ്പദമാക്കിയിട്ടല്ല, അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു വർക്കിലേക്ക് അദ്ദേഹം പോയിട്ടുള്ളത്. ആൻഡ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ ഈസ് നോട്ട് എ കൺട്രി ലൈക്ക് ഫ്രാൻസ് ഓർ ലൈക്ക് ഇംഗ്ലണ്ട്, ഇന്ത്യ ഈസ് എൻ ഐഡിയ. ഈ ഒരു പ്രത്യേകിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പം കാണാറുണ്ട്, ആ ഒരു വർക്കിലെ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് തന്നിട്ട് ഇത് ഏത് നോവലിലാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യ ഈസ് നോട്ട് എ കൺട്രി ലൈക്ക് ഫ്രാൻസ് ഓർ ഇംഗ്ലണ്ട്, ഇന്ത്യ ഈസ് എൻ ഐഡിയ. അത് പറഞ്ഞിട്ടുള്ളത് രാജാ റാവുവിന്റെ ദ സർപ്പന്റ് ആൻഡ് ദ റോപ്പ് എന്ന വർക്കിലാണ്. The title debates illusion versus reality. Okay. The serpent and the rope എന്ന ഇദ്ദേഹത്തിന്റെ ഈ വർക്കിന്റെ ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഫ്രണ്ട് പേജിൽ ഫോട്ടോയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സർപ്പന്റും റോപ്പും കൂടെ ഇങ്ങനെ ചേർന്ന് പോകുന്ന ഒരു പിക്ചർ ഉണ്ട്. സോ ഇത് കാണിക്കുന്നത് ദ ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി. അതായത് സർപ്പന്റ് ആൻഡ് റോപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി ആണ്. ഓക്കെ. അപ്പൊ അതിലെ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രൊട്ടഗോണിസ്റ്റ് രാമസ്വാമിയാണ്, ഒരു യങ് ഇന്റലക്ച്വൽ ബ്രാഹ്മണാണ്. ആൻഡ് മാഡ്ലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, അത് രാമസ്വാമിയുടെ വൈഫാണ്. ആൻഡ് ഷീ ഈസ് എ ഫ്രഞ്ച് വുമൺ. ഓക്കെ. ആൻഡ് ഓൾസോ ദർ ഇസ് അനദർ ക്യാരക്ടർ സാവിത്രി. ഷീ ഈസ് എ കാംബ്രിഡ്ജ് സ്റ്റുഡൻറ് ഹൂ ഫോൾ ഇൻ ലവ് വിത്ത് രാമസ്വാമി. ആ ഒരു ടൈമിൽ, കോളേജ് ടൈമിൽ ഈ രാമസ്വാമിയായിട്ടൊരു ലവ് റിലേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് സാവിത്രി ആൻഡ് രാമസ്വാമി. പക്ഷെ അദ്ദേഹം കല്യാണം കഴിക്കുന്നത് മാഡ്ലിനെയാണ്. ആൻഡ് രാമസ്വാമി's wife and she is a French woman. സോ ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള വർക്ക്സ്. ആൻഡ് ഓൾസോ ഈ ഒരു ബാക്കി വർക്ക്സിന്റെ സമ്മറീസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളെ ഭാഗത്തു നിന്നാണ് ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നത്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു സമ്മറിയും കാര്യങ്ങളും ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കി വെക്കുക. കൂടുതലായിട്ട് വേണ്ട, ചെറുതായിട്ട് ആ ഒരു സമ്മറി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ വർക്ക്സും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിൽ ഒന്നാമത്തത് ദ ഗ്രേറ്റ് ഇന്ത്യൻ വേ ആണ്. അതൊരു നോൺ ഫിക്ഷൻ ആയിട്ടുള്ള വർക്കാണ്. ഇറ്റ് ഈസ് എ ബയോഗ്രഫി ഓഫ് എം കെ ഗാന്ധി. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ആലോചിച്ച് വെക്കുക. ആൻഡ് എം കെ ഗാന്ധിയുടെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട് രാജാ റാവു. അതിന്റെ ടൈറ്റിലാണ് ഗ്രേറ്റ് ഇന്ത്യൻ വേ. ആൻഡ് നെക്സ്റ്റ് ദ കാറ്റ് ആൻഡ് ദ ഷേക്സ്പിയർ. ഇതൊക്കെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ കാറ്റ് ആൻഡ് ദ ഷേക്സ്പിയറിന് അദ്ദേഹം ദ ഫിലോസഫിക്കൽ കോമഡി എന്ന് വിളിച്ചിട്ടുണ്ട്. ഹി കോൾഡ് ആസ് എ ഫിലോസഫിക്കൽ കോമഡി. അത് ഏതാണ്? ദ കാറ്റ് ആൻഡ് ഷേക്സ്പിയർ. ആ ഒരു ടൈറ്റിൽ ആലോചിക്കുമ്പോൾ തന്നെ ആലോചിച്ചാൽ മതി, കാറ്റ് ആൻഡ് ഷേക്സ്പിയർ രണ്ടും വളരെ ഐറോണിക്കൽ ആയിട്ടുള്ള രണ്ട് വേർഡ്സ് പോലെ തോന്നില്ലേ? സോ ഇറ്റ് ഈസ് എ ഫിലോസഫിക്കൽ കോമഡി. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ. കാറ്റ് ആൻഡ് ഷേക്സ്പിയർ ഒരു ഫിലോസഫി ആൻഡ് കോമഡി, രണ്ടും ഐറണി ഉള്ള രണ്ട് വേർഡ്സ് ആണ്. അതേപോലെ തന്നെ ടൈറ്റിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ. ദ കൗ ആൻഡ് ദ ബാരിക്കേഡ്സ്. ഇറ്റ് ഈസ് ഓൾസോ അലഗോറിക്കൽ വർക്ക്. ആൻഡ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ആണ് ഈ ഒരു വർക്കിൽ പ്രധാനമായിട്ട് തീമായിട്ട് വരുന്നത്. ദ കൗ ആൻഡ് ദി ബാരിക്കേഡ്സ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോമ്രേഡ് കിർലോ. ആ ഒരു ടൈറ്റിൽ തന്നെ ഉണ്ട് കോമ്രേഡ് കിർലോ. സോ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? യെസ്, ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ ഒരു ഐറോണിക്കൽ സ്കെച്ച് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസം ആണ് ഈ ഒരു നോവലില് തീമായിട്ട് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ചെസ് മാസ്റ്റർ ആൻഡ് ഹിസ് മൂവ്സ്. ഇറ്റ് ഈസ് എ ഇമ്പോസിബിൾ ലവ് ബിറ്റ്വീൻ ശിവരാമ ശാസ്ത്രി ആൻഡ് മാരീഡ് വുമൺ. ഒരു മാരീഡ് വുമണും ശിവരാമ ശാസ്ത്രിയുമായിട്ടുള്ള ഒരു ഇമ്പോസിബിൾ, അതായത് ഒരു മാരീഡ് വുമണും ആയിട്ടുള്ള റിലേഷൻ. അപ്പോൾ സോ ഇറ്റ് ഈസ് എ ഇമ്പോസിബിൾ വൺ അല്ലേ? അപ്പൊ ഈ ഇമ്പോസിബിൾ ലവ് ബിറ്റ്വീൻ ശിവരാമ ശാസ്ത്രി ആൻഡ് മാരീഡ് വുമൺ ആണ് ഈ ഒരു ചെസ് മാസ്റ്റർ ആൻഡ് ഈസ് മൂവ്സിൽ പറയുന്നത്. ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. മറ്റു ഒരുപാട് വർക്ക്സ് ഉണ്ട്, പക്ഷെ ഇതെല്ലാം നമുക്ക് സമ്മറീസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സാധിക്കില്ല. അപ്പൊ ബാക്കി വർക്ക്സിന്റെ സമ്മറീസും ക്യാരക്ടേഴ്സും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും ഈ ഒരു 4 റൈറ്റേഴ്സിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന ക്ലാസ്സിൽ ബാക്കി റൈറ്റേഴ്സിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ഈ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു 6 മാസത്തെ ജേർണി ആണ് അല്ലേ? അപ്പോൾ ഒരു നെറ്റ് എന്നൊരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഇവിടെ വന്ന് ചേരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം,
രണ്ട് കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഈ 6 മാസം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡീവിയേഷൻസ് നമുക്ക് ഉണ്ടാവാം. ഈ 6 മാസം ഒരു ചെറിയ കാലമല്ല. സോ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ 6 മാസം നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ നെറ്റിൻ്റെ റിസൾട്ടിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. സോ നിങ്ങളുടെ ഈ ഒരു 6 മാസത്തെ ജേർണി കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനും സിമ്പിൾ ആക്കാനും വളരെ, അതായത് നമ്മൾ രസകരമായിട്ട് പഠിക്കുന്ന സമയത്താണ് എന്തും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെറ്റും അങ്ങനെ തന്നെ കരുതിയാൽ മതി. അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്ന് വിചാരിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. ഈ 6 മാസം നിങ്ങൾക്ക് അതേ കൺസിസ്റ്റൻസിയിൽ നിൽക്കാൻ സാധിക്കില്ല. സോ ആ രീതിയിൽ പഠിക്കുക. അതിനുവേണ്ടി ഇംഗ്ലീഷ് ദിശ നിങ്ങളുടെ കൂടെ ഏത് രീതിയിലുള്ള സപ്പോർട്ടിനും, അതായത് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ഡ്യൂട്ടി കൂടെയാണ്. സോ നമ്മൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 6 മാസത്തെ ജേർണിയിൽ ഇംഗ്ലീഷ് ദിശ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നു. നിങ്ങൾ നിങ്ങളുടെ 100% ഇട്ടിട്ട് ഈ ഒരു ജേർണിയിൽ കൂടെ ഉണ്ടാവുമെന്നും കരുതുന്നു. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് മീ.